ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഭക്തജനങ്ങളായി നിങ്ങളെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. വിഷയം നാമജപവും ഭക്തിയും എന്നുള്ളതാണ്. നാമജപം, ഭക്തി, ഈ രണ്ട് കാര്യങ്ങൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ആചാര്യന്മാര് പറയും, കലിയുഗത്തിൽ ഭക്തിയിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം അത് നാമജപമാണ്. കലിയുഗത്തില് ഭക്തിയിലേക്ക്, ഈശ്വരനിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം അത് നാമജപമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞു വരുന്ന സാധനവും നാമജപമാണ്. കാരണം നമുക്ക് നാമം ജപിക്കുക എന്ന് പറയുന്നത് എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണ്. നമ്മൾ ആരും ഉറക്കെ നാമം ജപിക്കാറില്ല. ഇപ്പോൾ ഭക്തിയും നാമജപവും എന്നുള്ള വിഷയത്തെ പറ്റി അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഭക്തിയിൽ നിന്ന് തുടങ്ങാം. ഭക്തി എന്താണ്? അതിൻ്റെ നിർവചനം. ഭക്തിക്ക് ഒരുപാട് നിർവചനമുണ്ട്. അതിലൊന്ന് ഈശ്വരാഭിമുഖമായ പ്രേമമത്രേ ഭക്തി. എന്താ പറയാ? ഈശ്വരനോടുള്ള അനന്യമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരാണ് എന്ത്? ഭക്തി. ഈശ്വരനോട് അനന്യമായിട്ടുള്ള സ്നേഹം, അതാണെന്ത്? ഭക്തി. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മനുഷ്യനിൽ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളിലും എന്തുണ്ട്? ഭഗവാനോടുള്ള ഈ പരമപ്രേമമുണ്ട്. സർവ്വ ജീവജാലങ്ങളിലും, മനുഷ്യനിൽ മാത്രമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കഥയിലൂടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ആബാലവൃദ്ധം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഥ. ഭാഗവതത്തില് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഭാഗം. എന്താണ് പൂർവവൃത്തം? ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ് പ്രാരബ്ധ കർമ്മഫലം നിമിത്തം ശാപഗ്രസ്തനാവുകയാണ്. എന്താ കിട്ടിയ ശാപം? നീ ആനയായി പോട്ടെ, നീ ഒരു ആനയായി പോവട്ടെ എന്നുള്ളൊരു ശാപമാണ് കിട്ടിയത്. പക്ഷെ കേവലം ഒരു ആനയല്ല ആയത്, മറിച്ച് എല്ലാ ലക്ഷണങ്ങളും ചേർന്ന സർവലക്ഷണയുക്തനായിട്ടുള്ള ആനയായിട്ട് മാറി. അതുകൊണ്ട് ഗജേന്ദ്രൻ എന്ന് വിളിച്ചു. ഗജങ്ങളിൽ ഇന്ദ്രൻ. ദേവന്മാർക്ക് എങ്ങനെയാണോ ഇന്ദ്രൻ, ദേവരാജൻ എന്നാ പറയാ, അതുപോലെ ഗജങ്ങളിൽ ഇന്ദ്രസമനായിട്ട്, ഗജങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആനയായിട്ട് മാറിയാര്? ഇന്ദ്രദ്യുമ്നൻ. ഇദ്ദേഹം മനുഷ്യനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഭഗവാന്റെ പരമഭക്തനാണ്. സദാ ഭഗവാന്റെ നാമം ജപിക്കും. അഷ്ടാക്ഷരി സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്നിങ്ങനെ അഷ്ടാക്ഷരി സദാ ജപിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവാണ്. നമ്മുടെ വിഷയം നാമജപമായതുകൊണ്ട് ഇടയിലിടയിൽ എന്തുണ്ടാവും? വേദിയിൽ നിന്ന് നാമജപം ഉണ്ടാവും. അപ്പോഴും സദസ്സും എന്ത് ചെയ്യുക? കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നാമം ജപിക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ മുഴുവൻ കസേര മാത്രമായി പോകും. അതുകൊണ്ട് അവസാനം ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം സദാ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആനയായി മാറിയപ്പോൾ ആ നാമജപത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. സദാ മനസ്സിൽ ഭഗവാന്റെ നാമം മാത്രമാണ് അപ്പോഴും. ഇപ്പോഴൊരു ദിവസം ഈ ആന കൂടെയുള്ള പിടിയാനകളൊക്കെ കൂട്ടിയിട്ട് തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഒരു മുതല വന്നിട്ട് ആനയുടെ മുൻകാലുകൾ കടിച്ചു പിടിച്ചു. നമുക്കറിയാം, ആന വളരെയേറെ ശക്തിയുള്ള ജീവിയാണ്. സാധാരണഗതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മളെ കൊണ്ട് സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരിഹരിക്കാം ഇത് ആദ്യം ചിന്തിക്കുക. അതുകൊണ്ട് ആന എന്ത് ചെയ്തു? തൻ്റെ ഉള്ള ശക്തിയൊക്കെ എടുത്തിട്ട് കാല് വെള്ളത്തിന് പുറത്തേക്ക് വലിച്ചു. ആന എത്ര തന്നെ ശക്തമായിട്ട് കാലുകൾ പുറത്തേക്ക് വലിക്കുന്നുവോ അത്ര തന്നെ ശക്തിയായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായിട്ട് എന്ത് ചെയ്യും? മുതല കാലുകൾ വെള്ളത്തിനടിയിലേക്ക് വലിക്കും. പല ഉപായങ്ങളും പരീക്ഷിച്ചു നോക്കി. തൻ്റെ പിൻകാലുകൾ കൊണ്ട് മുതലയുടെ തല ചവിട്ടി പിടിച്ച് മുൻകാലുകൾ പുറത്തെടുക്കാൻ നോക്കി, രക്ഷയില്ല. കൂടെ കുറെ പിടിയാനകൾ ഉണ്ടെന്ന് പറഞ്ഞു, അവര് പ്രിയതമനെ രക്ഷപ്പെടുത്താൻ നോക്കി, അതുകൊണ്ടും കാര്യമില്ല. അവസാനം നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താ അത്? മെല്ലെ ഭഗവാനെ വിളിക്കും. അതുപോലെ ഇന്ദ്രദ്യുമ്നനും വിളിച്ചു. പക്ഷേ നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ പറയും, ഭഗവാനെ, ഒരു മുതല കാലിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, തടാകം മുഴുവൻ രക്തമാണ്, അസഹ്യമായിട്ടുള്ള വേദനയാണ്, ഞാൻ പെട്ടെന്ന് മരിച്ചു പോവും, അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കണേ എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് വന്ന് രക്ഷിക്കണേ. പക്ഷെ ഇന്ദ്രദ്യുമ്നൻ ചെയ്ത ആദ്യത്തെ പരിപാടി
ഭഗവാനോട് ആവശ്യം പറഞ്ഞില്ല, ദുഃഖം പറഞ്ഞില്ല, ആധി പറഞ്ഞില്ല, വ്യാധി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. മനസ്സിനെ സർവ്വ വിഷയങ്ങളിൽ നിന്നും മുക്തമാക്കി, സർവ്വ വിഷയങ്ങളിൽ നിന്നും. കാരണം നമ്മൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എല്ലാ ദ്വൈതഭാവങ്ങളും അനുഭവിക്കുന്നത് മനസ്സിന്റെ ബന്ധനം കൊണ്ടാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായിട്ട് മുക്തമാക്കി, പൂർണ്ണമായിട്ട് മനസ്സിനെ മുക്തമാക്കി, സ്വതന്ത്രമാക്കി. എന്നിട്ട് മെല്ലെ ആ മനസ്സില് ഭഗവാന്റെ നാമം കൊണ്ടുവന്നു. എന്താ നാമം? ദ്വാദശാക്ഷരി ജപിച്ചു തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ രൂപം മനസ്സിൽ മെല്ലെ തെളിഞ്ഞു തുടങ്ങി. എങ്ങനെയാ തെളിയുന്നത്? സൂര്യനെ തോൽപ്പിക്കുന്ന കിരീടത്തോടെ, വളരെ വലിയ ഗോപിക്കുറിയോടെ, കാതുകളില് കുണ്ടലങ്ങളോടെ, ചതുർബാഹുവായിട്ട്, ശംഖചക്ര ഗദാബ്ജധരനായിട്ട്, ശ്രീവത്സാങ്കിത വക്ഷസത്തോടെ ആ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞപ്പോൾ പുറത്തുള്ള ഒന്നും അറിയുന്നില്ല. പുറത്തുള്ള ഒരു വിഷയവും പിന്നെ അറിയുന്നില്ല. ഒരു മുതല കാലിൽ കടിച്ചു പിടിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി അറിയുന്നില്ല. തടാകം മുഴുവൻ രക്തമാണ്, അതറിയുന്നില്ല. അസഹ്യമായിട്ടുള്ള വേദനയാണ്, അതറിയുന്നില്ല. താൻ ഇപ്പോഴും മരിക്കും, അതും അറിയുന്നില്ല. സദാ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്യമായിട്ട്. മരണം മുന്നിൽ കാണുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? ആവശ്യം പറയാതെ, ദുഃഖം പറയാതെ അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നത്. ഇതാണ് എന്ത്? ഭക്തിയുടെ പരമകാഷ്ഠ. ഇതാണ് ഭക്തിയുടെ ഏറ്റവും ഔന്നത്യത്തിലുള്ള തലം. കുറേ ജപിച്ച് ജപിച്ച് മെല്ലെ കണ്ണ് തുറന്നപ്പോഴെന്താ കാണുന്നത്? മനസ്സിൽ കണ്ട രൂപം ദൂരെ ചക്രവാളത്തിൽ നിന്ന് അടുത്തടുത്ത് വരികയാണ്. ഗരുഡധ്വജനായിട്ടുള്ള ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വരുന്ന കാഴ്ചയാ കാണുന്നത്. നമ്മളാണെങ്കിൽ എന്താ പറയാ? ഭഗവാനെ രക്ഷപ്പെട്ടു, വന്നല്ലോ, പെട്ടെന്ന് വന്ന് എന്നെ രക്ഷിക്കൂ. അസഹ്യമായിട്ടുള്ള വേദനയാണ് ഭഗവാനെ, അസഹ്യമായിട്ടുള്ള വേദനയാണ്, ഇപ്പോഴും മരിക്കും. നമ്മൾ അങ്ങനെയാ പറയാ. പക്ഷെ ഇന്ദ്രദ്യുമ്നൻ എന്താ ചെയ്തത്? ഒന്നും പറഞ്ഞില്ല. ആദ്യം തൻ്റെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല, തൻ്റെ വേദനകൾ പറഞ്ഞില്ല. ഒരു താമരമൊട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഭഗവാനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ സർവ്വജഗത്തിനും ആധാരമായിട്ടുള്ള, ഈ സർവ്വജഗത്തിനെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് നിലനിർത്തി അതിനെ സംഹരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക ഗതി നിലനിർത്തുന്ന അങ്ങേക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം. എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞില്ല, ഞാനിപ്പോഴും മരിക്കും എന്ന് പറഞ്ഞില്ല, അസഹ്യമായിട്ടുള്ള വേദനയാണെന്ന് പറഞ്ഞില്ല, ദാ നോക്കൂ തടാകം മുഴുവൻ രക്തമാണെന്ന് പറഞ്ഞില്ല, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന് പറഞ്ഞു, അവിടെ നിർത്തി. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ വധിച്ച് ആനയെ രക്ഷപ്പെടുത്തി. രണ്ടുപേരെയാണ് രക്ഷിക്കുന്നത്. ഒന്നറിയാം, ആനയെയാണ്, ഇന്ദ്രദ്യുമ്നനെയാണ്. രണ്ടാമത്തേത് ഈ മുതലയെയാണ്. മുതല ഭാഗവതം പ്രകാരം ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ ശാപം കിട്ടിയിട്ട് മുതലയായതാണ്. അയാൾക്ക് കിട്ടിയ ശാപമോക്ഷം സാക്ഷാൽ ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് മരണം വരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും ഗന്ധർവനായിട്ട് പോവാം. അങ്ങനെ ഭഗവാൻ അവിടെ രണ്ടുപേരെ രക്ഷിച്ചു. ഈ ഒരു കഥ പറഞ്ഞത് മനുഷ്യനിൽ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളിലും എന്തുണ്ട്? ഭഗവാനോടുള്ള ഭക്തിയുണ്ട്, പരമപ്രേമമുണ്ട്, സ്വയം ഭഗവാനുണ്ട്. മനുഷ്യനിൽ മാത്രമാണെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ ആനയായി മാറുമ്പോൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം മറക്കണം, ഭഗവാന്റെ രൂപം മറക്കണം, ആ സ്വരൂപത്തെ പാടയെ തള്ളിക്കളയണം. പക്ഷെ അങ്ങനെയാണോ ചെയ്തത്? അല്ല. ഭക്തി അതിൻ്റെ ഏറ്റവും ഊർധ്വമായിട്ടുള്ള അവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത്. ഈ ബോധമാണെന്ത്? ഭക്തി. ഈ ബോധമാണെന്ത്? ഭക്തി. അതുകൊണ്ടാണ് ഭക്തിയുടെ മറ്റൊരു നിർവചനം പറയും, വിഭക്തി ഇല്ലാത്തതെന്തോ അതിൻ്റെ പേരാണെന്ത്? ഭക്തി. വിഭക്തി ഇല്ലാത്തതെന്തോ അതാണ് ഭക്തി. എന്താ വിഭക്തി? ഞാൻ, അവൻ, എൻ്റേത്, നീ, നിങ്ങൾ, നിങ്ങളുടേത് എന്നിങ്ങനെ തുടങ്ങുന്ന സാധനങ്ങളാണ് എന്ത്? വിഭക്തി. ഇതെന്തിനാ ഉപയോഗിക്കുക? ഞാൻ, അവൻ എന്നീ രണ്ട് പദങ്ങൾ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? എന്നെയും അവനെയും വേർതിരിക്കാൻ. ഞാൻ, നിങ്ങൾ എന്നീ രണ്ട് പദങ്ങൾ എന്തിനാ ഉപയോഗിക്കുക? പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും വേർതിരിക്കാൻ. അപ്പോൾ ഈ വിഭക്തികളൊക്കെ എന്തിനാണ്? വ്യക്തികളെ തമ്മിൽ വേർതിരിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ വേർതിരിവുകളുടെ വിഭക്തികളൊക്കെ എപ്പോഴാണോ അവസാനിക്കുന്നത് അവിടെ എന്തുണ്ടാവുക എന്ന് പറയും? ഭക്തി ഉണ്ടാവുക. വേർതിരിവുകളുടെ വിഭക്തികളൊക്കെ എപ്പോഴവസാനിക്കുമോ അവിടെ എന്തുണ്ടാകും?
ഭക്തി ഉണ്ടാവും. ഇപ്പോൾ ഞാനും നീയും അവനും അവരും അവളും ഒക്കെ ഇല്ലാണ്ടായാൽ പിന്നെ എന്താ ഉണ്ടാകുക? നമ്മൾ. ഒരൊറ്റ ഭാവം ഉണ്ടാവുക, നമ്മൾ. ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണ് എന്നുള്ള ബോധം. അതാണ് എന്ത്? ഭക്തി. അതുകൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ പറയുക? നമസ്തേ. നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? നമസ്തേ. എന്താ അർത്ഥം? നമ തേ, ഞാൻ നമിക്കുകയാണ്, ഞാൻ നമിക്കുകയാണ്. എന്തിനാണ് നമിക്കുന്നത്? നിങ്ങളുടെ സൗന്ദര്യത്തെയാണോ? അല്ല. നിങ്ങളുടെ സമ്പത്തിനെയാണോ? അല്ല. നിങ്ങളുടെ നിറത്തെയാണോ? അല്ല. നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവിനെയാണോ? അതുമല്ല. പിന്നെ എന്തിനാണ് നമിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചം മുഴുവനുമുള്ളത് ഏകവും അദ്വിതീയവുമായിട്ടുള്ള ചൈതന്യമത്രേ എന്നുള്ള ബോധത്തിൽ ഞാൻ ആ ചൈതന്യത്തെ നമിക്കുകയാണ്. ഇതാണെന്ത്? ഭക്തി. നമസ്തേ. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. ഒരാളെ നമ്മൾ നമിക്കുകയാണ്. എങ്ങനെയാ നമിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും ഉള്ളില് ഒരേ ചൈതന്യം അത്രേ എന്നുള്ള ബോധത്തില്. അതുകൊണ്ടാണ് സ്കന്ദോപനിഷത്ത് പറയും അഭേദ്യ ദർശനം ജ്ഞാനം. എന്താ പറയാ? അഭേദ്യ ദർശനം ജ്ഞാനം. പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അഭേദ്യ ദർശനമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുക. അതാണ് എന്ത്? ജ്ഞാനം. എല്ലാവരെയും സമസ്ഥിതിയിൽ സമഭാവനയോടെ കാണുന്നതാണെന്ത്? ജ്ഞാനം. ഇപ്പോഴേ ചോദ്യം, ഈ ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സ്വയം പരമമായിട്ടുള്ള ജ്ഞാനം തന്നെയാണെന്ത്? ഭഗവാൻ. അതുകൊണ്ടാണ് മഹാവാക്യം പറയും പ്രജ്ഞാനം ബ്രഹ്മ. എന്താ പറയാ? പ്രജ്ഞാനം ബ്രഹ്മ. പരമമായിട്ടുള്ള ജ്ഞാനം തന്നെയാണെന്ത്? ബ്രഹ്മം, ഈശ്വരൻ. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ നമ്മള് ദേവി ഒരു പേര് വിളിക്കും. എന്താ പേര്? ജ്ഞാനഗമ്യ. എന്താ വിളിച്ചത്? ജ്ഞാനഗമ്യ. അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്നവൾ ആരോ അവളാണ് ദേവി. ഇപ്പോൾ പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ദേവി എന്താണ്? പരമമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നതാണ്. എന്താണ് ഈ ജ്ഞാനം? അത് നമ്മൾ പറഞ്ഞു. അഭേദ്യ ദർശനം ജ്ഞാനം. എല്ലാവരെയും ഒരുപോലെ കാണലാണ് എന്ത്? പരമമായിട്ടുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് ആചാര്യന്മാര് പറയും നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ അത്? സഹജീവിയെ സ്നേഹിക്കുക, സേവിക്കുക. മാനവ സേവ, മാധവ സേവ എന്ന് പറയും. എന്താ പറയാ? മാനവ സേവ, മാധവ സേവ. സഹജീവിയെ സ്നേഹിക്കുക, സേവിക്കുക. ഇത് തന്നെയാണ് എന്ത്? മാധവനെ സേവിക്കല്. നരസേവ, നാരായണ സേവ എന്ന് പറയും. എന്താ പറയാ? നരസേവ, നാരായണ സേവ. നരനെ സേവിക്കുന്നത് തന്നെയാണെന്ത്? നാരായണനെ സേവിക്കല്. വേറൊന്നുമല്ല. ഇത് ചെയ്യാതെ, നരനെ സേവിക്കാതെ, സ്നേഹിക്കാതെ, സഹജീവിയെ തിരിച്ചറിയാതെ, സഹജീവിയെ നോക്കാതെ നമ്മൾ അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടുകണക്കിന് നോട്ടിട്ടത് കൊണ്ടോ, ദൈനംദിന അടിസ്ഥാനത്തിൽ തുലാഭാരം തൂക്കിയത് കൊണ്ടോ, നിറമാല കഴിപ്പിച്ചത് കൊണ്ടോ, അന്നദാനം നടത്തിയത് കൊണ്ടോ മാത്രം കാര്യമില്ല. ആദ്യം എന്ത് വേണമെന്ന് പറയും? സഹജീവിയെ സ്നേഹിക്കണം, സേവിക്കണം. അപ്പോഴാ ചോദ്യം വരിക, പിന്നെ എന്തിനാ വഴിപാട്? പിന്നെ എന്തിനാ വഴിപാട്? നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം എങ്ങോട്ടാ ഓടുക? ചുറ്റമ്പലത്തിനുള്ളിലേക്കാണോ? അല്ല. ആദ്യം നമ്മൾ പോവുക വഴിപാട് കൗണ്ടറിലേക്കാണ്. ഈ വഴിപാട് രസീതാക്കി കിട്ടിയാൽ ഒരു പ്രത്യേക സമാധാനമാണ്. എന്താ കാര്യം? പകുതി പണി കഴിഞ്ഞു. ബാക്കി പകുതി ആര് നോക്കിക്കൊള്ളൂ? മൂപ്പര് നോക്കിക്കൊള്ളൂ. പകുതി പണി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? വഴിപാട് നടത്തും, രസീത് നടയിൽ വെക്കും. എന്നിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ എനിക്ക് ഇന്ന് ആവശ്യങ്ങളുണ്ട്. ചിലപ്പോൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വേണമെന്ന് പറയും, ചിലപ്പോൾ നല്ല ഉദ്യോഗമായിരിക്കും, ചിലപ്പോൾ സന്താനങ്ങളുടെ വിവാഹമായിരിക്കും, ചിലപ്പോൾ നല്ല സന്താനങ്ങളായിരിക്കും. എന്നിങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറയും. എന്നിട്ട് പറയും ഇതൊക്കെ നടത്തി തരണം. എന്താ കാര്യം? പ്രത്യേകിച്ച് നമ്മൾ വല്ലതും ചെയ്തോ? പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഒരു വഴിപാട് നടത്തിയിട്ടുണ്ട്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഞാനിവിടെ വഴിപാട് നടത്തിയിട്ടുണ്ട്. അതിന് പകരം എനിക്ക് എന്ത് വേണം? ഇന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാധിച്ചു തരണം. വഴിപാട് ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടിയാണോ? അല്ല, നമുക്ക് വേണ്ടിയാണ്. ഭഗവാന് വേണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം, ഭഗവാന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വഴിപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പകരം ഇന്ന കാര്യങ്ങൾ എനിക്ക്
ചെയ്തു തരണം. പക്ഷേ വഴിപാട് ആർക്ക് വേണ്ടിയല്ല? ഭഗവാന് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ആവശ്യം പറയാനാണോ അത്? അല്ല. ദുഃഖം പറയാനാണോ അത്? അല്ല. ആധിയും വ്യാധിയും പറയാനാണോ? അതുമല്ല. പിന്നെ എന്തിനാണ്? സമർപ്പണമാണ് വഴിപാട്, ആത്മസമർപ്പണമാണ്. ഈ നിമിഷം വരെ എന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതിന്, ഈ നിമിഷം വരെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ആരാണ്? ഭഗവാനാണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരുന്നതാണോ ഇതൊക്കെ? ലോകത്തൊരാളും കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും അത്ര തന്നെയുള്ള നോട്ടുകെട്ടുകളുമായിട്ട് ജനിച്ച ചരിത്രമില്ല, ഇതുവരെ ജനിച്ചിട്ടില്ല. വരുമ്പോഴൊരു ചെറിയ ദേഹവും കൊണ്ടാവരിക. അതിനാണെങ്കിൽ എന്തുമില്ല, വസ്ത്രം പോലും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നിന്നാണ് വസ്ത്രമൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ ഉടുപ്പിക്കുക. ആ ശരീരം മെല്ലെ വളർന്ന് 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 ഒരു ഘട്ടം കഴിയുമ്പോൾ പലവിധ വ്യാധികളും ആധികളും ഒക്കെ ആയിട്ട് തളർന്ന് 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 ഒരു ദിവസം എന്ത് ചെയ്യും? ഇവിടുന്ന് മെല്ലെ യാത്ര പറയും. തീർച്ചയായും പറയും. ആ സമയം നമ്മൾ നേടിയെന്ന് പറയുന്ന ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോവില്ല. സ്വത്തുക്കൾ കൊണ്ടുപോവോ? ഇല്ല. പണം കൊണ്ടുപോവോ? അതില്ല. ആഭരണങ്ങൾ കൊണ്ടുപോവോ? അതുമില്ല. കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കള് അവരെ കൊണ്ടുപോവോ? ഒരു പരിധി വരെ കൊണ്ടുപോകും. എവിടം വരെ? ശ്മശാനം വരെ. അതിനപ്പുറം കൊണ്ടുപോകാൻ പറ്റുമോ? അതിനപ്പുറം കൊണ്ടുപോകാനുള്ള വകുപ്പ് ഇല്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ കൊണ്ടുവന്ന ദേഹം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അതും ഇവിടെ ഇട്ടിട്ടാ പോവുക. അപ്പോഴാ സമയത്ത് ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ ആര് തരുന്നതാണ്? ഭഗവാൻ തരുന്നതാണ്. ആ ഭഗവാന്റെ കാരുണ്യം, അദ്ദേഹത്തിന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല. തീർച്ചയായിട്ടും കഴിവ് അവിടെയുണ്ട്, പ്രയത്നം അവിടെയുണ്ട്. അതിൻ്റെ കൂടെ ആരും വേണം? ഭഗവാനും വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ എന്താണ്? എൻ്റെ ആത്മസമർപ്പണം, ആത്മനിവേദനം. അതാണ് വഴിപാട്. നമ്മൾ എന്താ വിചാരിച്ചിട്ടുള്ളത്? ഭഗവാനെ മണി അടിക്കാനുള്ള എന്തോ സാധനാണ് വഴിപാട്. പക്ഷെ അങ്ങനെയാണോ? അല്ല, അത് ആത്മനിവേദനാണ്. നവവിധ ഭക്തിയില് ഏറ്റവും അവസാനത്തെ പടിയാണെന്ത്? ആത്മനിവേദനം. അപ്പോൾ ആദ്യത്തെ 8 ഇതൊക്കെയാണ്: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിൽ ഏറ്റവും അവസാനത്തെ പടിയാണെന്ത്? ആത്മനിവേദനം. ആദ്യത്തെ പടി എന്താണ്? ശ്രവണം. ഭക്തി ഉണ്ടാവാൻ എന്ത് വേണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ദയവ് ചെയ്തിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക, അനന്യമായിട്ട് കേൾക്കുക, അനന്യമായിട്ട് കേൾക്കുക. ആദ്യം എന്ത് ചെയ്യുക? ഭക്തി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ചെവിയിൽ നിന്നാണ്. കേൾക്കുക. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കേൾക്കുക. അതിനാണ് നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്, സപ്താഹങ്ങൾ കേൾക്കുന്നത്, നവാഹങ്ങൾ കേൾക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് എന്തിനാണ്? ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. ഇതൊക്കെ ശ്രവണത്തിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്, ഭക്തി ആരംഭിക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? പിന്നെ വെറുതെ ഇരിക്കരുത്. ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം. നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ കേട്ട കഥകൾ, നമ്മൾ കേട്ട നാമങ്ങൾ, നമ്മൾ കേട്ട ഭഗവാന്റെ ലീലാവിലാസങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ കീർത്തനം ചെയ്യുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം. 2 കാര്യങ്ങളാണ്. ആ ഭഗവാൻ എന്ത് ചെയ്യുക? നമ്മൾ കേട്ട, നമ്മൾ കീർത്തനം ചെയ്ത ആ ഭഗവാനെ സ്മരിക്കുക. പാദസേവനം, ആ ഭഗവാന്റെ പാദസേവകനായിട്ട് മാറുക. അർച്ചനം, വന്ദനം, ദാസ്യം. 3 കാര്യങ്ങളാണ്. ആ ഭഗവാനെ അർച്ചിക്കുക. എങ്ങനെ അർച്ചിക്കാം? ജലം കൊണ്ട് അർച്ചിക്കാം, മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കാം, പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കാം, എല്ലാറ്റിനും ഉപരി സ്വയം മനസ്സുകൊണ്ട് അർച്ചിക്കാം. അർച്ചനം, വന്ദനം. വന്ദിക്കുക. എങ്ങനെ വന്ദിക്കുക? 2 തരത്തിൽ വന്ദിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ കണ്ടു വന്ദിക്കുക, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ കണ്ടു വന്ദിക്കുക. പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ കണ്ടു വന്ദിക്കുക, പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ കണ്ടു വന്ദിക്കുക. സൂക്ഷ്മഭാവം, സ്ഥൂലഭാവം. ഈ സ്ഥൂലഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ കഥ സൂചന പറയാം.
കഥ മുഴുവനായിട്ട് പറയുന്നില്ല, കാരണം ഇടയിലിടയിൽ കഥ പറയുന്നത് കൊണ്ട് വലിയ ഉപകാരമുണ്ട്. തത്വം മാത്രമാണെങ്കിൽ പൊതുവെ കാണുന്ന ഒരു രീതി, തത്വം മാത്രമായിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ കണ്ണടഞ്ഞു പോകും, മെല്ലെ കണ്ണടയും. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒരാളെ ദൂരെ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് പറയുകയല്ലേ, എങ്ങനെ മുന്നിലിരുന്ന് ഉറങ്ങുക? അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്ത് ചെയ്യും? ആ കണ്ണുകൾ തുറന്നു വെക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കണ്ണുകളും എല്ലാം അടഞ്ഞടഞ്ഞു പോകും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കാം. എന്താ അത്? കൂർക്കമ്പലി. അത് ഒഴിവാക്കാൻ ഇടയിൽ അല്പം കഥകൾ പറയുന്നത് നല്ലതാണ്. കഥയിലേക്ക് വരാം. നമുക്കറിയാം, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉണ്ണിയായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യശോദാ മാതാവ് ഒരു വാർത്ത കേൾക്കുകയാണ്. എന്താ വാർത്ത? ഭഗവാൻ എന്ത് ചെയ്തു? മണ്ണ് വാരി കഴിച്ചു. മണ്ണ് വാരി കഴിച്ചു. സാധാരണ ചെറിയ കുട്ടികൾ അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും ആദ്യം എവിടെയാ പോവുക? വായിലോട്ട് പോകും. എന്ത് കിട്ടിയാലും നേരെ വായിലോട്ടാ പോവുക. അപ്പോഴും മാതാവ് ഓടി വന്നു, വാ തുറക്കടാ. ഇല്ല, വാ തുറക്കില്ല. ഛീ, വാ തുറക്കടാ. ഇല്ല, വാ തുറക്കില്ല. ഛീ, വാ തുറക്കടാ. അപ്പോഴും എല്ലാം ആ വായ അത്തിപ്പഴം പോലെ മനോഹരമായിട്ടുള്ള ചുണ്ടുകളും എല്ലാം തുറന്നപ്പോഴെന്താ കണ്ടത്? മണ്ണിന്റെ അംശമാണോ? അല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണി വായ്ക്കുള്ളിൽ കാണുകയാണ്. പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണി വായ്ക്കുള്ളിൽ കണ്ടു. എന്താ താല്പര്യം? പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ വർത്തിക്കുകയാണ്. അതാണ് എന്ത്? സ്ഥൂലഭാവം. ഭഗവാന്റെ സ്ഥൂലഭാവമാണത്. അതുകൊണ്ടാണ് നമ്മൾ അഷ്ടാക്ഷരി ചൊല്ലുമ്പോൾ ഈ സ്ഥൂലഭാവത്തിലാണ് ഭഗവാനെ വന്ദിക്കുന്നത്. കാഴ്ച പുറത്തേക്ക് പോവുകയാണ്. എന്താ ചെയ്യാം? അഷ്ടാക്ഷരി എന്താണ്? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. അപ്പോഴെന്താണ്? നാരായണൻ ആരാണ്? വിഷ്ണു. എന്താണ് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം? വ്യാപനോതി ഇതി വിഷ്ണു. വ്യാപിച്ച് കിടക്കുന്നതെന്തോ അതാണ് വിഷ്ണു. അപ്പോൾ കാഴ്ച പുറത്തേക്ക് പോവാണ്. എന്താ പറയാ? ദാ നോക്കൂ, ഈ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, ഇനി അതിനൊക്കെ അപ്പുറം കാണാൻ ബാക്കിയുള്ളത്, കേൾക്കാൻ ബാക്കിയുള്ളത്, അറിയാൻ ബാക്കിയുള്ളത്, അങ്ങനെയുള്ള ഈ സർവ്വ പ്രപഞ്ചത്തിലും ആര് വ്യാപിച്ചു കിടക്കുകയാണെന്ന് പറയാണ്? വിഷ്ണു വ്യാപിച്ചു കിടക്കുകയാണ്. ഭഗവാൻ വ്യാപിച്ചു കിടക്കുകയാണ്. ആ കാഴ്ചയെ മെല്ലെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കൊണ്ടുവരും. അതാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചാക്ഷരി ജപിക്കുമ്പോൾ ചെയ്യുന്നത്. എന്താ പഞ്ചാക്ഷരി? നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. അതിൽ നമ്മൾ ഓം ചേർത്താൽ എന്തായിട്ട് മാറും? പ്രണവം ചേർക്കുമ്പോൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോൾ ആ കാഴ്ചയും എല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ട, കേട്ട, അറിഞ്ഞ, അതിനൊക്കെ അപ്പുറമുള്ള ഈ സർവ്വ പ്രപഞ്ചത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ അതേ അളവിലും തൂക്കത്തിലും വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ കാഴ്ച ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ശിവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയും മംഗളകാരകനായിട്ടുള്ള ചൈതന്യം. ആ ഭഗവാൻ എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. പഞ്ചാക്ഷരിയുടെ മഹത്വം പറയുമ്പോൾ അത് മരണത്തെ പോലും തോൽപ്പിക്കുന്ന മന്ത്രമാണ് എന്നാ പറയുക. അതുകൊണ്ടാണ് വരമന്ത്രരാജം എന്നാ പറയുക അതിന്. ശിവകവചത്തിന്റെ ധ്യാനത്തിൽ പറയുന്ന ഭാഗമാണ് വരമന്ത്രരാജം. അത് എവിടുന്നാ വരുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയാം. സാക്ഷാൽ മാർക്കണ്ഡേയ ഋഷിയുടെ കഥ നമുക്കറിയാം. പഞ്ചാക്ഷരിയുടെ മഹത്വം പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഭാഗമാണത്. മൃഗണ്ടു മഹർഷിക്ക് ഭഗവാൻ കനിഞ്ഞു കൊടുത്ത മകനാണ് ആര്? മാർക്കണ്ഡേയൻ. എന്താ കൊടുത്ത വരം? 2 ഉപാധികളാണ് വെച്ചത്. 2 സാധ്യതകൾ വെച്ചു. അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. എന്തൊക്കെയാ അത്? ഒന്ന്, അനേക കാലം ജീവിക്കുന്ന, 1000 സംവത്സരം ജീവിക്കുന്ന മന്ദബുദ്ധിയായിട്ടുള്ള മകൻ. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മകൻ. 1000 വർഷം അവൻ ജീവിക്കും. എന്നാൽ അല്പായുസായിട്ടുള്ള സർവശാസ്ത്രങ്ങളും സർവജ്ഞാനവും ആ ചെറിയ കാലയളവ് കൊണ്ട് സ്വായത്തമാക്കുന്ന അതിബുദ്ധിമാനായിട്ടുള്ള മകൻ ഏത് വേണം? അദ്ദേഹം പറഞ്ഞു, അല്പായുസാണെങ്കിലും ബുദ്ധിമാനായിട്ടുള്ള മകൻ മതി. ആ ബുദ്ധിമാനായിട്ടുള്ള മകൻ എല്ലാ ജ്ഞാനവും ചെറിയ കാലയളവ് കൊണ്ട് തന്നെ 12 വർഷക്കാലത്തിനുള്ളിൽ തന്നെ നേടി. പക്ഷെ 12ാമത്തെ പിറന്നാളായപ്പോൾ സാധാരണഗതിയിൽ മക്കളുടെ പിറന്നാളിന് എന്തുണ്ടാവും? അമ്മയും അച്ഛനും വളരെ സന്തോഷത്തിലായിരിക്കും. ഇവിടെ അച്ഛനും അമ്മയും എന്താണ്? വളരെ ദുഃഖത്തിലാണ്, കരയാണ്. മകൻ ചോദിച്ചു, എന്താ കാര്യം?
അപ്പോഴെല്ലാ അവസ്ഥയും പറഞ്ഞു, നീ എന്താണ്, അല്പായുസാണ്, നിനക്ക് മരണത്തിനുള്ള സമയമായി. അപ്പോൾ ആ ഉണ്ണി ആദ്യം ചെയ്തത് മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ആദ്യം ഉണ്ടാക്കി. മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. ആ ശിവലിംഗത്തിന് മുന്നില് ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുക. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. പക്ഷെ മരണത്തിനുള്ള സമയമായപ്പോൾ ആര് വന്നു? സാക്ഷാൽ യമധർമ്മൻ തന്നെ നേരിട്ട് വരിക. യമധർമ്മനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഉണ്ണി എന്ത് ചെയ്യാണ്? ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. അങ്ങനെ അനേക സമയം ജപിച്ച് കഴിഞ്ഞപ്പോൾ എന്തില്ല, പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രദുമ്നന്റെ കാര്യത്തിൽ നടന്ന അതേ സംഭവമാണ് നടക്കുന്നത്. പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല, അല്പായുസാണ് താൻ എന്നുള്ള ബോധമില്ല, ഇപ്പോഴും മരിക്കും എന്നുള്ള ബോധമില്ല. ആ ശിവലിംഗം കെട്ടിപ്പിടിച്ച് ആ സ്വയം ശിവലിംഗത്തോട് ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ഭഗവാന്റെ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുക. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഗതിയില്ലാണ്ട് ആരെന്ത് ചെയ്തു? യമധർമ്മൻ തൻ്റെ കയറുകൊണ്ട് ശിവലിംഗത്തെയും ഉണ്ണിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായി. വേറെ വഴിയില്ല. അത് ഉണ്ണി അറിയുന്നില്ല. കാരണം എന്താ? അതിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. പഞ്ചാക്ഷരിയിൽ സ്വയം ലയിച്ചു ചേർന്നിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശിവലിംഗത്തിന്റെ സ്ഥാനത്ത് ആര് വന്നു എന്നാ പറയുന്നത്? സാക്ഷാൽ ഭഗവാൻ വന്ന് മൃത്യുവിനെ ജയിച്ച് ആ ഉണ്ണിക്ക് ദീർഘായുസ് കൊടുത്തു എന്നാ പറയുന്നത്. ആ മാർക്കണ്ഡേയ ഋഷിയാണ് ചിരഞ്ജീവിയായിട്ട് പ്രളയകാലത്തിന് പോലും സാക്ഷിയായത്. ശ്രദ്ധിക്കുക, 12 വർഷം വരെ സ്വയം ഭഗവാൻ തന്നെ ആയുസ് വിധിച്ചയാള് തൻ്റെ ഭക്തി കൊണ്ട്, പഞ്ചാക്ഷര ജ്ഞാനം കൊണ്ട്, പഞ്ചാക്ഷര ജപം കൊണ്ട് ഭഗവാനെ പ്രസന്നനാക്കി മൃത്യുവിനെ അതിജയിച്ച് ചിരഞ്ജീവിയായി മാറി. ഇതാണെന്ത്? നാമജപത്തിന്റെ പഞ്ചാക്ഷരിയുടെ പ്രസക്തി. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. വന്ദനമാണ് കണ്ടത്. അർച്ചനം, വന്ദനം, ദാസ്യം. ഇനി ഭഗവാന്റെ ദാസനായിട്ട് മാറുക, സ്വയം ഭഗവൽ ദാസനാവുക. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ഒരു 90% പേരും പറയും അതാരാണ്? ഹനുമാൻ സ്വാമിയാണ്. കാരണം എന്താ? ചെറുപ്പം മുതലേ നമ്മൾ ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. ഹനുമാൻ സ്വാമി തൻ്റെ ഹൃദയം വളർന്നു നിൽക്കുന്ന ഒരു ചിത്രം. ആ ഹൃദയപത്മത്തിൽ ആരെയാ കാണുക? സീതാദേവിയെ കാണും, സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണും. നമ്മൾ എന്താ ചെയ്യുക? ചിത്രം ആസ്വദിക്കും, ഒന്ന് മെല്ലെ പോക്കറ്റ് നോക്കും, പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ചിത്രം വാങ്ങി വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് മാലയിട്ട് വെക്കും, തീർന്നു. അതിനപ്പുറം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പക്ഷെ ആ ഒരു ചിത്രം നമ്മളോട് എന്താ പറയുന്നത്? ഒരു ചെറിയ ചിത്രം നമ്മളോട് വലിയൊരു കാര്യമാണ് പറയുന്നത്. എന്താ അത്? യഥാർത്ഥ ഭക്തന്റെ മനസ്സിൽ എന്തില്ല? സുഖമില്ല, ദുഃഖമില്ല, ലാഭമില്ല, നഷ്ടമില്ല, ജയമില്ല, അപജയമില്ല. പിന്നെ എന്ത് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ടാണ് മഹേന്ദ്രഗിരിയിൽ നിന്ന് ത്രികൂട പർവ്വതത്തിലേക്ക് അദ്ദേഹം ചാടുന്നൊരു ഭാഗം അധ്യാത്മരാമായണം കിളിപ്പാട്ടില് സുന്ദരകാന്ഡത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതില് എനിക്കിത് സാധ്യമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാര്യം വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ പറയുന്നത്, സാക്ഷാൽ രാമനാമം കൊണ്ട്, രാമ എന്നുള്ള 2 അക്ഷരം കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സംസാര സാഗരത്തെ തന്നെ കടക്കുന്നുണ്ട്. അവരുടെ ആയുസിന്റെ വലിപ്പമുള്ള സംസാര സാഗരത്തെ കടക്കുന്ന സ്ഥിതിക്ക് ഈ ചെറിയ 100 യോജന വിസ്തൃതിയുള്ള സാഗരം കടക്കാൻ എനിക്ക് തീർച്ചയായും സാധ്യമാണ്. കാരണം എന്താ? ഞാൻ രാമപാദങ്ങളുടെ ദാസനത്രേ. ഇതാണ് എന്ത്? ദാസ്യഭാവ ഭക്തി. ഭഗവാന്റെ ദാസനായിട്ട് മാറുക. അത് കഴിഞ്ഞാൽ എന്താണ്? സഖ്യം. ആ ഭഗവാനുമായിട്ട് സഖ്യം ചെയ്യുക, ഭഗവാനെ തൻ്റെ സഖാവാക്കി മാറ്റുക, കൂട്ടുകാരനാക്കി മാറ്റുക. അതാണ് അർജുനൻ ചെയ്തത്. അർജുനന് വിശ്വരൂപ ദർശനം വരെ സ്വന്തം കൂട്ടുകാരനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനോട് എല്ലാ സ്നേഹാധികാരങ്ങളോടെയും പറഞ്ഞു, എടോ അച്യുത, ആ 2 സേനകൾക്ക് നടുവിലേക്ക് എൻ്റെ രഥം കൊണ്ട് നിർത്തടോ. എന്താ പറഞ്ഞത്? എടോ അച്യുത, 2 സേനകൾക്ക് നടുവിലേക്ക് എൻ്റെ രഥം കൊണ്ട് നിർത്തൂ. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. എല്ലാ അധികാരത്തോടെയാ പറയുന്നത്. എന്താ കാര്യം? ഈ അധികാരം എവിടുന്ന് വരുന്നതാണ്? കലർപ്പില്ലാത്ത സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. കലർപ്പില്ലാത്ത സ്നേഹം. കാരണം അർജുനനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവാരാണ്? എൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ കൂട്ടുകാരനാണ്. എനിക്ക് എല്ലാ അധികാരവും ഉള്ള, എനിക്ക് എല്ലാ സ്നേഹവുമുള്ള എൻ്റെ സ്വന്തം കൂട്ടുകാരൻ എന്നുള്ള ബോധം. അതാണ് എന്ത്? സഖ്യം.
എന്നാണ് സഖ്യം. ഭക്തനെയും ഭഗവാനെ എന്ത് ചെയ്യുക? സ്നേഹത്തിന്റെ ഒരു ചെറിയ നൂലിഴ കൊണ്ട് കൂട്ടിക്കെട്ടുക. ഈ ബന്ധനം എന്താണ്? ഭഗവാന് വളരെയേറെ ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് യശോദാ മാതാവ് ഭഗവാന് ഉരലിൽ പിടിച്ച് കെട്ടുന്ന ഒരു ഭാഗമുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ കയറ് കൊണ്ട് കെട്ടിയിടാൻ നോക്കി, നടക്കുന്നില്ല, കയറ് പോരാ. വീണ്ടും ഒരു കയറ് ഏച്ചു കെട്ടി നോക്കി, കൂട്ടിക്കെട്ടിയിട്ട് ഭഗവാനെ കെട്ടിയിടാൻ നോക്കി, അതും പോരാ, അതും മതിയാകുന്നില്ല. അവസാനം യശോദാ മാതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സ്വയം ബന്ധനത്തിന് വശംവദനായി. കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു നിന്നു. ഭാഗവതത്തില് അതിനെപ്പറ്റിയുള്ള പ്രയോഗം, സർവ്വ ജഗത്തിന്റെയും ആധാരനായിട്ടുള്ള ഭഗവാൻ, സർവസ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ ഭക്തിയുടെ ദുഃഖം കണ്ടപ്പോൾ സ്വയം ബന്ധനസ്ഥനാവാൻ തയ്യാറായി. സർവസ്വതന്ത്രനാ ഭഗവാൻ. ഭഗവാൻ എന്തില്ല? ബന്ധനങ്ങളൊന്നുമില്ല, ഒരു ബന്ധനവുമില്ല, സർവസ്വതന്ത്രനാണ്. ആ ഭഗവാൻ ഭക്തിയുടെ യശോദാ മാതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ സ്വയം എന്ത് ചെയ്യാണ്? കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിട്ട് ആര് മാറുന്നത്? ഗോപന്മാരും ഗോപികമാരും മാറുന്നത്. ഭഗവതൻ പറയും, ഗോപന്മാർക്കും ഗോപികമാർക്കും കിട്ടിയതുപോലൊരു ഭാഗ്യം ഒരാർക്കും കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? സദാ ഭഗവാന്റെ കൂടെ സദാ അവര് ഭഗവാന്റെ കൂടെയാണ്. ഗോകുലത്തിലുള്ള ഭഗവാനെ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആര് വരും? ഗോപന്മാരും വരും, ഗോപികമാരും വരും. അതുകൊണ്ടാണ് കർണാമൃതത്തില് ആ ഒരു ഭാവം വളരെ മനോഹരായിട്ട് വില്ലുമംഗലത്ത് സ്വാമിയാര് പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? അവസാനം അദ്ദേഹം പറയുന്നത്, ഗോപം ഭജേ ഗോകുല പൂർണ്ണചന്ദ്രം. ഗോകുലത്തിന്റെ പൂർണ്ണചന്ദ്രനാ ഭഗവാൻ. ആ പൂർണ്ണചന്ദ്രൻ എന്താ ചെയ്യുന്നത്? മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാദം ഗോഗോപഗോപീജന മധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുല പൂർണ്ണചന്ദ്രം. ആ ഭഗവാൻ മന്ദാരവൃക്ഷത്തിന്റെ താഴെ മദനാഭിരാമനായിട്ടിരിക്കുന്ന ഭഗവാൻ ചുണ്ടിൽ എന്തുണ്ട്? ഒരു ഓടക്കുഴലും ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ഓടക്കുഴലിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള കർണാമൃതം പൊഴിക്കുകയാണ്. ഗോഗോപഗോപീജന മധ്യസംസ്ഥം. ചുറ്റും ആരാ ഉള്ളത്? ഗോപന്മാരാണ്, ഗോപികമാരാണ്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പശുപാലകരായിട്ടുള്ള ഉണ്ണികളാണ്, ഗോപന്മാരാണ്, ഗോപികമാരാണ്. ഗോപം ഭജേ ഗോകുല പൂർണ്ണചന്ദ്രം. ആ ഭഗവാൻ എന്താണ്? ഗോകുലത്തിന്റെ പൂർണ്ണചന്ദ്രനാണ് എന്നാ പറയുന്നത്. സദാ ഗോപന്മാരുടെ ഗോപികമാരുടെ കൂടെ സ്നേഹത്തിന്റെ ബന്ധനം അനുഭവിച്ചിട്ട് ഭഗവാൻ കഴിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാൻ സ്വന്തം സുദർശന ചക്രം ആർക്ക് കൊടുത്തത്? ഈ സ്നേഹത്തിന്റെ ബന്ധനം ഉള്ളത് കൊണ്ടാണ് ആർക്ക് കൊടുത്തത്? അംബരീഷന് കൊടുത്തത്. ആ അംബരീഷൻ തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുദർശന ചക്രം ഒരവസ്ഥയില് ദുർവാസാവ ഋഷിക്ക് നേരെ പ്രയോഗിക്കേണ്ടി വന്നു. ദുർവാസാവ ഋഷി തന്റെ യോഗബലം മുഴുവൻ പ്രയോഗിച്ചു നോക്കി. സുദർശന ചക്രം എന്ത് ചെയ്യുന്നില്ല? അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, തന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 14 ലോകം അദ്ദേഹം ചുറ്റി. അപ്പോഴും ആരുണ്ട്? തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ സുദർശന ചക്രവും പിന്നാലെയുണ്ട്. എത്ര വരെ ഓടുന്നുവോ അത്ര വരെ ഞാനും വരും. അദ്ദേഹം ദേവേന്ദ്രന്റെ അടുത്ത് പോയി, രക്ഷയില്ല. സാക്ഷാൽ ബ്രഹ്മദേവന്റെ അടുത്ത് പോയി, രക്ഷയില്ല. ശ്രീ പരമേശ്വരന്റെ അടുത്ത് പോയി, ഭഗവാനും പറഞ്ഞു ഇല്ല, രക്ഷിക്കാനാവില്ല. സ്വയം ആദിനാരായണന്റെ അടുത്ത് പോയി, ഭഗവാന്റെ കാൽക്കല് വീണു. അങ്ങയുടെ സുദർശന ചക്രം ഇപ്പോഴെന്നെ വധിക്കും ഭഗവാനെ, അങ്ങ് രക്ഷിക്കണം, അങ്ങ് എന്നെ കടാക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ അത്? ഞാനും അശക്തനത്രേ. ഞാനും ശക്തനല്ല. കാരണം എന്താ? ഭഗവാന്റെ സുദർശന ചക്രമാണ്. സർവ്വ ജഗത്തിന്റെയും ആധാരമായിട്ടുള്ള ഭഗവാന് ആ സുദർശന ചക്രത്തെ നിഷ്പ്രയാസം നിയന്ത്രിക്കാനാവും. പക്ഷേ ഭഗവാൻ പറയാണ് ഞാനും അശക്തനത്രേ. എന്താ കാര്യം? ഞാൻ സ്വയം അംബരീഷന് വശംവദനാണ്. ഞാൻ സ്വയം എന്താണ്? അംബരീഷന് വശംവദനാണ്. ഇപ്പോഴും ദുർവാസാവ് നേരെ പോയിട്ട് അംബരീഷന്റെ കാൽക്കല് വീണു. അങ്ങ് തന്നെയാണ് ഏകരക്ഷ എന്ന് പറഞ്ഞു. ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള അങ്ങേ അപമാനിച്ചതില്, അങ്ങയെ പരീക്ഷിച്ചതില് എന്നോട് ക്ഷമിക്കണം, അങ്ങ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴ് അംബരീഷൻ ആ സുദർശന ചക്രത്തിന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി ഈ മഹാസാധുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? സുദർശന ചക്രം സ്വയം അപ്രത്യക്ഷമായി എന്നാ പറയാ. ഇതാണ് എന്ത്? ഭക്തനോടുള്ള ഭഗവാന്റെ സ്നേഹം, സഖ്യഭാവം. അത് കഴിഞ്ഞാൽ എന്താണ്?
ആത്മനിവേദനം. ആത്മനിവേദനം അത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വിശ്വരൂപ ദർശനം ലഭിച്ചപ്പോൾ അർജുനൻ എന്ത് ചെയ്തു? സാഷ്ടാംഗം ആ കാൽക്കൽ വീണു. അതാണ് എന്ത്? ആത്മനിവേദനം. അതാണ് നമ്മൾ വഴിപാടായിട്ട് ചെയ്യുന്നത്. അവിടെ എന്തില്ല? ആവശ്യം പറയലില്ല, ദുഃഖം പറയലില്ല, ആധിയില്ല, വ്യാധിയില്ല, ഒന്നുമില്ല. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനോടുള്ള ആത്മസമർപ്പണം മാത്രമേ അവിടെയുള്ളൂ. ആത്മനിവേദനം മാത്രം. ആ ഭഗവാൻ എന്തുണ്ട്? എല്ലായിടത്തും ഉണ്ട്. നമ്മളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ഏറ്റവും ഉത്കൃഷ്ടം, ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ അല്പം ഭയത്തോടെയും ദുഃഖത്തോടെയും വേദനയോടെയും കാണുന്ന സ്ഥലങ്ങളിലും ആരാ ഉള്ളത്? ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു പേര് വിളിക്കും രുദ്രസഹസ്രനാമത്തില്. എന്താ വിളിക്കുക? ശ്മശാനവാസി. എന്താ വിളിച്ചത്? ശ്മശാനവാസി. എന്താ അർത്ഥം? ഭഗവാൻ ശ്മശാനവാസിയാണ്. എന്താ ശ്മശാനം? ശവങ്ങൾ ശയിക്കുന്ന സ്ഥലം. ശവങ്ങൾ ശയിക്കുന്ന സ്ഥലം, അതാണ് ശ്മശാനം. വളരെ സന്തോഷത്തോടെയാണോ ശ്മശാനത്തിൽ പോവുക? ഇല്ല, ദുഃഖത്തോടെയാണ്, വേദനയോടെയാണ്, ഭയത്തോടെയാണ്. ആ ഭാവത്തിലാണോ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക? അല്ല, അത് സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെയാ പോവുക. പക്ഷെ രണ്ട് സ്ഥലത്തും ആരാ ഉള്ളത് എന്ന് പറയുന്നത്? ഒരേ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ എന്തുണ്ട്? എല്ലാവരിലും ഒരുപോലെയുണ്ട്. നമ്മൾ ഏറ്റവും നല്ല യോഗ്യന്മാരെന്ന് വിചാരിക്കുന്നവരിലും മാത്രമല്ല, നമ്മൾ മോശപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവരിലും ആര് തന്നെയാണുള്ളത്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് വേദസാര ശിവസഹസ്രനാമം ഭഗവാൻ ഒരു പേര് വിളിക്കും. എന്താ പേര്? ദുഷ്ടാനാം പതയേ നമഃ. എന്താ വിളിക്കുക? ദുഷ്ടാനാം പതയേ നമഃ. ഭഗവാൻ ദുഷ്ടന്മാരുടെ കൂടിപതിയാണ്. അതിനു മുന്നേ പറഞ്ഞു ഭഗവാൻ എന്താണ്? അധർമ്മ ശത്രുരൂപിയാണ്. അധർമ്മത്തിന്റെ ശത്രുവാണ് ഭഗവാൻ. ആ ഭഗവാൻ ആരാണെന്ന് പറയാണ്? ദുഷ്ടാനാം പതയേ നമഃ. ദുഷ്ടന്മാരുടെ കൂടിപതിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നാളെ തന്നെ പോയിട്ട് ദുഷ്ടനാവണം, ക്രൂരനാവണം, തസ്കരനാവണം എന്നല്ല, മറിച്ച് അവരിലും ആര് തന്നെയാണുള്ളത്? ഭഗവാനാണ്. ആ ഭഗവാനെ എപ്പോഴാണോ തിരിച്ചറിഞ്ഞ് നന്മയുടെ മാർഗത്തിലേക്ക് മാറുന്നത്, അവിടെ എന്തുണ്ടാവുക? ഭക്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് ആദികാവ്യമായിട്ടുള്ള രാമായണം ആരാ രചിച്ചത്? വാൽമീകി മുനിയാണ്. ഈ വാൽമീകി മുനി ആരായിരുന്നു? രത്നാകരൻ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരു കാട്ടാളനായിരുന്നു. അദ്ദേഹം ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം എന്താണ്? വളരെ ലളിതമായിട്ടുള്ള കാര്യം, മറ്റുള്ളവരെ കൊള്ളയടിക്കുക, മോഷ്ടിക്കുക. വധിക്കാൻ പോലും എന്തില്ല? ഭയമില്ല. വധിക്കാനും തയ്യാറാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വഴിയിൽ 7 പേരെ കാണുകയാണ്. 7 സാധുക്കളെ കാണുകയാണ്. അദ്ദേഹം എണ്ണി നോക്കി, 1, 2, 3 അങ്ങനെ 7 പേരുണ്ട്. കുശാലായി, ഇനി 7 ദിവസം പണിക്ക് പോണ്ട, ഇവരെ കൊള്ളയടിച്ചാൽ മതി. അങ്ങനെ അവരുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? എനിക്ക് തരിക. അങ്ങനെയാണെങ്കിൽ വന്ന പോലെ തിരിച്ചു പോവാം. പക്ഷെ ഋഷിമാര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യില് വിലപ്പെട്ട വസ്തുക്കളൊന്നുമില്ല, പക്ഷെ ഒരു ചോദ്യമുണ്ട്, വിലപ്പെട്ട ഒരു ചോദ്യം. എന്താ ചോദ്യം? നീ ആർക്ക് വേണ്ടി ഈ കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്നത്? തൊട്ടടുത്ത നിമിഷം അദ്ദേഹം സംശയമന്യേ ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം? എന്റെ വീട്ടുകാർക്ക് വേണ്ടി, ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ് ഇക്കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഋഷിമാര് വീണ്ടും ചോദിച്ചു, ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെങ്കിലും, അത് സ്വർണമാണെങ്കിൽ, പണമാണെങ്കിൽ, കായികനികളാണെങ്കിലൊക്കെ വീട്ടുകാർ സ്വീകരിക്കുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പാപം കൂടി അവര് പങ്കുവയ്ക്കുമോ? ഈ പാപം കൂടി അവര് പങ്കുവയ്ക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും പങ്കുവയ്ക്കും. വീട്ടിൽ പോയി ചോദിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയപ്പോഴ് അവരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ മോഷ്ടിച്ച് പിടിച്ചു പറിച്ച് വധിച്ച് കിട്ടുന്നതിന്റെ ഫലം, സ്വർണവും പണവും ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന പാപം കൂടി നിങ്ങൾ എടുക്കൂ? ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വരികളിൽ ഒന്ന്. എന്താ അത്? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നീ വരൂ. നിങ്ങളാണ് ഇക്കണ്ട പണിയൊക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചോണം, ഞങ്ങളെ വിളിക്കരുത്.
ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നല്ല ഋഷിമാരുടെ പാദപത്മങ്ങളിൽ വന്ന് വീണു, ആ കാലുകളിൽ വീണു. എന്നിട്ട് പറഞ്ഞു, അവരനുഭവിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നു, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഋഷിമാര് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. നമ്മൾ പൊതുവെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത് ആ മരം ഈ മരം എന്നാണ്. പക്ഷെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും പറയുന്നില്ല ആ മരം ഈ മരം എന്ന്. വാൽമീകി രാമായണം മൂലസംസ്കൃതത്തിലും പറയുന്നില്ല. എന്താ ചെയ്തത്? രാമനാമം തിരിച്ചു പറഞ്ഞു കൊടുത്തു. മരാ 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 എന്ന് പറഞ്ഞു. കാരണം രാമനാമം വളരെ പ്രസക്തമാണ്, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഭക്തന്മാരുടെ, കാശിയിലെത്തുന്ന ഭക്തന്മാരുടെ ചെവിയില് സ്വയം ഓതിക്കൊടുക്കുന്ന മന്ത്രമാണെന്ന് പറയും, താരക ബ്രഹ്മ മന്ത്രം. ആ താരക ബ്രഹ്മമന്ത്രം എന്താണ്? ഭഗവാൻ സ്വയം ധ്യാനത്തിന് ഉപയോഗിക്കുന്നതാണ്. ആ മന്ത്രം അതേപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഭാവത്തില് ആരെത്തിയിട്ടില്ല? രത്നാകരൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് തിരിച്ചു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അനേക കാലം എന്ത് ചെയ്യുക? ഈ മന്ത്രം ജപിക്കുക, ഞങ്ങൾ വന്ന് വിളിക്കുന്നത് വരെ ജപിക്കുക. വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യുക? നിർത്തിയിട്ട് പോരാ. അതുവരെ എന്ത് ചെയ്യാം? ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെ കുറെ കാലം രാമ 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 രാന്ന് ജപിച്ച് എന്തായിട്ട് മാറി? രാമ 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 എന്നായിട്ട് മാറി. അനേകായിരം സംവത്സരം കഴിഞ്ഞ് അവർ വന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു വൽമീകം കാണാണ്, ചിതൽപ്പുറ്റ് കാണാണ്. ആ ചിതൽപ്പുറ്റിൽ നിന്ന് ആര് വന്നു എന്നാ പറയുന്നത്? വാൽമീകി വന്നു എന്നാ പറയുന്നത്. രത്നാകരനല്ല വന്നത്, സാക്ഷാൽ വാൽമീകി മുനിയാണ്. കാരണം രത്നാകരൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ അവസാനിച്ചു. ആ വാൽമീകി മുനിയാണ് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ ചെയ്ത് വീഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ശോകമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ശ്ലോകമായിട്ട് മാറുന്നത്. ശോക ശ്ലോകത്വമാഗത എന്ന് പറയും. മാനുഷാദ എന്ന് ഉറക്കെ പറഞ്ഞു, അരുത് കാട്ടാള, മാനുഷാദ, അരുത് കാട്ടാള. ആ ഒരു ദുഃഖമാണ് പിന്നീട് ശ്ലോകമായിട്ട് മാറുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, മനുഷ്യനെ വധിക്കാൻ മടിയില്ലാതിരുന്ന ഒരാള് ഭഗവാന്റെ നാമം ജപിച്ച് തന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദുഷ്ടാനാംബതയേ നമഃ എന്ന് നമ്മൾ നമിച്ച ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ ആരായിട്ട് മാറി? ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ വധിക്കുമ്പോൾ ഉത്കടമായിട്ടുള്ള ദുഃഖം പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് മാറി. ആ ദുഃഖം പിന്നീട് ഒരു ചോദ്യമായിട്ടാണ് മാറുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് എന്ത്? രാമായണം. എന്താ ചോദ്യം? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ വശ്യ വീര്യവാൻ. നാരദ മുനിയോട് ചോദിക്കുകയാണ്, അല്ലയോ നാരദരെ, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ വശ്യ വീര്യവാൻ. അല്ലയോ നാരദരെ, ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഗുണങ്ങളും എല്ലാ വീര്യങ്ങളും ചേർന്നിട്ടുള്ള വ്യക്തി ആരാണ്? അപ്പോഴ് നാരദ മുനിയുടെ ഉത്തരം എന്താണ്? ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമജനൈശ്രുതഃ. എന്താ ഉത്തരം? ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമജനൈശ്രുതഃ. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന രാമനല്ലാതെ മറ്റാര്? അദ്ദേഹമാണ് എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ആള്. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കും, എന്താ വിളിക്കുക? മര്യാദ പുരുഷോത്തമൻ. മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ തന്നെ പറയും അദ്ദേഹം എന്തല്ല, മര്യാദ പുരുഷോത്തമനൊന്നുമല്ല. രാമായണം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ ഇങ്ങനെയുള്ള കുറെ ധാരണകൾ ഉണ്ടാക്കി വെക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? ഗ്ലാസ് കമഴ്ത്തി വെക്കും. എന്നിട്ട് അതിലേക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. എന്നിട്ടൊരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം? ഇതെന്താ നിറയാത്തത്? രാമായണം വായിക്കുമ്പോഴാണെങ്കിലും ഇതിഹാസങ്ങൾ, മറ്റുള്ള മഹാഭാരതമാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കളാണെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണത്. ഗ്ലാസ് ആദ്യം കമഴ്ത്തി വെച്ച് അതിലേക്ക് ഗംഭീരമായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇതെന്താണെന്നറിയാത്തത്? നിങ്ങൾ ലിറ്റർ കണക്കിന് വെള്ളം അതിലൊഴിച്ചാൽ അത് നിറയോ? എന്തുകൊണ്ടാ? നിങ്ങൾ ഗ്ലാസ് നേരെ എപ്പോഴും വയ്ക്കുന്നുവോ അപ്പോഴേ അത് നിറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ തുറന്നു വെച്ച്, തുറന്ന മനസ്സോടെ, മുൻവിധിയില്ലാതെ, മുൻധാരണകളില്ലാതെ ക്ഷേത്ര ദർശനം നടത്തുന്നത്, നാമം ജപിക്കുന്നത്, ഇതിഹാസങ്ങൾ പഠിക്കുന്നത്, ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്, അവിടെയാണ് എന്തുണ്ടാവുക? പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക. മുൻവിധികൾ ഉണ്ടാവരുത്, അവിടെ മുൻധാരണകള് ഉണ്ടാവരുത്. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം
മഹാനായിട്ടുള്ള ഋഷിയായിട്ട് മാറി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? ആ ഭഗവാൻ ഒരേപോലെയുണ്ട്. അതിനെന്തില്ല? ഏറ്റക്കുറച്ചിലുകളില്ല. ഒരേപോലെയാണുള്ളത്. ബ്രാഹ്മണനിലും ചണ്ടാളനിലും എന്തുണ്ട്? ഒരേപോലെ ഭഗവാനുണ്ട്. ഗോവിലും ശ്വാവിലും ഒരേപോലെ ആരുണ്ട്? ആ ഭഗവാൻ ഉണ്ട്. ഒരേപോലെ. ഒരു പുൽക്കൊടിയിലാണെങ്കിലും ആൽവൃക്ഷത്തിലാണെങ്കിലും ഒരേപോലെ ആരുണ്ട്? ആ ഭഗവാനുണ്ട്. അതാണ് നമ്മള് ഭക്തിയില് മനസ്സിലാക്കേണ്ടത്. ആ ഭക്തിയുടെ ദിശ എന്താണ്? അതാ ചോദ്യം. ആ ഭക്തിയുടെ ദിശ എന്താണ്? ആചാര്യന്മാര് പറയും, അവിച്ഛിന്ന തൈലധാരാവത്. നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ അതിന്റെ ധാര ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുടമുറിയോ? ഇല്ല. ആ സമയത്ത് നിങ്ങൾ വല്ല ചായയോ അല്ല ചൂടുവെള്ളമോ ഒഴിച്ചു നോക്കും, എന്തുണ്ടാവും? ധാര ഇടക്കിടയ്ക്ക് ഇടമുറിയും. ഭക്തി എന്തുപോലെയാണ്? എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. അതിനെന്തില്ല? ധാര ഇടമുറിയരുത്. യഥാർത്ഥ ഭക്തിയുടെ ധാര എന്ത് ചെയ്യില്ല? ഇടമുറിയില്ല. നമ്മുടെ ഭക്തി എന്താണ്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം, നമ്മുടെ ഭക്തി എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ ചെയ്യുക? പാലം കടക്കുന്നത് വരെ നമ്മൾ വടിവൊത്ത അക്ഷരത്തില് അക്ഷരം തെറ്റാതെ വിളിക്കും, നാരായണ 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 നാരായണ. പാലം കടന്നു എന്ന് ബോധ്യപ്പെടണം, വെറുതെ ചെയ്യില്ല. ബോധ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി ആദ്യത്തെ അക്ഷരം മാറ്റും. എന്താ ചെയ്യുക? കുരായണ. എന്തല്ല? ഭക്തിയല്ല. അതിന്റെ പേര് ഭക്തി എന്നല്ല. ഭക്തി എന്താണ്? അനന്യമായിട്ട് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒക്കെ ഭഗവാനിലേക്ക് അനന്യമായിട്ട് പ്രവഹിക്കുന്നതിന്റെ പേരാണെന്ത്? ഭക്തി. അതിനെന്തുണ്ടാവില്ല? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭക്തിയുടെ മറ്റൊരു നിർവചനമായിട്ട് പറയും, ഈശ്വരനെയും ഭക്തനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണെന്ത്? ഭക്തി. അവിടെ രണ്ട് ആൾക്കാരേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഭഗവാൻ ഉണ്ടാവും, ഭക്തനുണ്ടാവും. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണെന്ത്? ഭക്തി. ഈ പാലം നമ്മൾ നാമജപത്തിലൂടെയും ഉപാസനയിലൂടെ ഒക്കെ ഈ പാലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പാലത്തിന്റെ ദൈർഘ്യം കുറഞ്ഞ് അതേ സമയം പാലം ദൃഢപ്പെട്ട് ഒരവസ്ഥ എത്തുമ്പോൾ എന്തായിട്ട് മാറും? രണ്ടുപേരും, ഭക്തനും ഭഗവാനും ഒന്നായിട്ട് മാറും. അതാണ് എന്ത്? ഭക്തിയുടെ ഏറ്റവും ഊർധ്വഗതിയിലുള്ള അവസ്ഥ, ഏറ്റവും പരിപാവനമായിട്ടുള്ള അവസ്ഥ. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ഉദാഹരണം വേറെ എവിടെയും നോക്കണ്ട, ശബരിമലയിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ വസിക്കുന്ന സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ്, അവിടെ യോഗപട്ടാസനത്തിലിരിക്കുന്ന ആ മൂർത്തി, അദ്ദേഹത്തെ നമ്മൾ എന്താ വിളിക്കുക? അയ്യപ്പൻ എന്നാ വിളിക്കുക. ഇവിടെ നിന്ന് ഇരുമുടിക്കെട്ടുമായിട്ട് കറുപ്പ് വസ്ത്രം ധരിച്ച് ശരണം വിളികളുമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാരെ നമ്മൾ എന്താ വിളിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വിളിക്കുക? അയ്യപ്പൻ. ഇവിടുന്ന് പോകുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? അയ്യപ്പൻ. അവിടെ ഇരിക്കുന്ന യോഗപട്ടാസനത്തിലുള്ള മൂർത്തിയുടെ പേരെന്താണ്? അതും അയ്യപ്പനാണ്. അവിടെ മുഴങ്ങുന്ന നാമം ഏതാണ്? ഒരൊറ്റ നാമമേ നമ്മൾ അവിടെ കേൾക്കും. എന്താ അത്? സ്വാമിയേ ശരണമയ്യപ്പ. എന്താ കേൾക്കുക? സ്വാമിയേ ശരണമയ്യപ്പ. അതെന്താണ്? അതും അയ്യപ്പനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നവർ അയ്യപ്പന്മാരാണ്, അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം അയ്യപ്പനാണ്, അവിടെ മുഴങ്ങുന്ന നാമം അതും അയ്യപ്പനാണ്. എല്ലാം ഒന്നായിട്ട് മാറുകയാണ്. ഭക്തനും ഭഗവാനും ഒന്നായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് സാധാരണ ക്ഷേത്രത്തിൽ പോകുന്നത് മാതിരിയല്ല നമ്മൾ എന്ത് ചെയ്യുക? ശബരിമലയിൽ പോവുക. 41 ദിവസം വ്രതമെടുത്ത് ഉപാസന നടത്തി ഭക്തിയോടെയാണ് പോവുക. ഈ ഉപാസനകള് ഇവിടുന്ന് പോകുന്ന അയ്യപ്പന്മാരെയും അവിടെ ഇരിക്കുന്ന അയ്യപ്പനെയും ഒന്നാക്കി തീർക്കുകയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ആരാണ് ഭക്തൻ, ആരാണ് ഭഗവാൻ, എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നാമജപത്തിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് ഭക്തൻ? ഭഗവത്ഗീത പറയും, 4 വിധത്തിലുള്ള ആളുകള് എന്നെ ഭജിക്കുന്നുണ്ട്. ഹേ അർജുന, 4 വിധത്തിലുള്ള ആളുകളുണ്ട്. ആരൊക്കെ അത്? സ്വാർത്ഥന്മാരുണ്ട്. അവരെന്താ പറയുക? ആവശ്യം പറയാനുള്ള എന്തോ സാധന ഉള്ളിലുള്ളത്. അങ്ങനെ അവർ ആവശ്യം പറയും, ഭഗവാൻ എനിക്ക് അത് വേണം, ഇത് വേണം, സ്വത്തുക്കൾ വേണം, സമ്പത്ത് വേണം, ഇങ്ങനെ ആവശ്യം മാത്രം പറയും. ആർത്തന്മാരുണ്ട്. അവരെന്താ പറയുക? ദുഃഖം പറയാനുള്ള എന്തോ സാധന ഉള്ളിലുള്ളത്. അങ്ങനെ ദുഃഖം പറയും, ഭഗവാൻ എനിക്ക് അതില്ല, ഇതില്ല, സ്വത്തുക്കളില്ല, പണമില്ല, നല്ല ഉദ്യോഗമില്ല,
നല്ല ബന്ധുക്കളില്ല, ഉള്ളതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നിങ്ങനെ ദുഃഖം മാത്രം പറയണവര്. ജിജ്ഞാസുക്കള് അവരെന്താ വിചാരിക്കുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്, ഇതൊക്കെ അറിയണം. അവർക്ക് ഭക്തി എന്നുള്ള ഭാവത്തെക്കാൾ എന്താ ഉണ്ടാവുക, ജിജ്ഞാസയാണ് ഉണ്ടാവുക. ഇപ്പോഴും ഭക്തി കൊണ്ടല്ല അവര് ക്ഷേത്രത്തിൽ വരുന്നത്, മറിച്ച് ജിജ്ഞാസ കൊണ്ടാണ്. അങ്ങനെയുള്ളവര്. അടുത്തത് എന്താണ്, ജ്ഞാനികള്. അവരെന്താ പറയുക, സുഖം ആര് തരുന്നതാണ്, ഭഗവാൻ തരുന്നതാണ്. ദുഃഖം ആര് തരുന്നതാണ്, അതും ഭഗവാൻ തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ദ്വന്ദ്ഭാവങ്ങളെ പറ്റി ചിന്തിക്കാതെ അനന്യമായിട്ട് ആര് ചിന്തിക്കുകയാണ്, ഭഗവാന് ചിന്തിക്കുകയാണ്. ഇതിനൊക്കെ കാരണഭൂതനായിട്ടുള്ള ആ ചൈതന്യത്തെ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞ് അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നവര്, അവരാണെന്ത്, ജ്ഞാനികള്. അത്തരക്കാരെ പറ്റിയിട്ട് നാരായണീയം പറയും, ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ ആരെന്ന് ചോദിക്കുമ്പോൾ ഭട്ടതിരിപ്പാട് കണക്കാക്കുന്ന ഭക്തന്മാരാരൊക്കെയാണ്, ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തിൽ ആറാടുന്നവര്. ആദ്യത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത്, ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തില് ആറാടുന്നവര്, ഭഗവാന്റെ കഥകൾ പറഞ്ഞ് സദാ സഞ്ചരിക്കുന്നവര്, സദാ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവര്, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവര്. അങ്ങനെ സദാ മനസ്സില് ഭഗവാനെ ഉറപ്പിച്ച് ഭഗവാനിൽ ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുന്നവരെ ഞാൻ കണക്കാക്കുന്നു കൃഷ്ണ ആരായിട്ട്, അങ്ങയുടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരായിട്ട്. ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെയുള്ളവരാണ് ആര്, ജ്ഞാനികള്, ഭഗവാന്റെ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാര്. ഈ ഭക്തിയിൽ എന്തുണ്ട്, 3 ഗുണങ്ങളുണ്ട്. എല്ലാറ്റിലും 3 ഗുണങ്ങളുണ്ട്. അതുപോലെ ഭക്തിയിലും എന്തുണ്ട്, 3 ഗുണങ്ങളുണ്ട്. സാത്വികം, രാജസീകം, താമസീകം. സാത്വികമായിട്ടുള്ള ഗുണം എങ്ങനെയാണ്, അവര് തങ്ങൾക്ക് മാത്രമല്ല തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഉയർച്ച കൊടുക്കും. അങ്ങനെയുള്ളവര്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ എന്നുള്ള പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശ്വത്തിന്റെ മുഴുവൻ മിത്രമാണ്. മിത്രം കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം, അല്ലെങ്കിൽ സൂര്യൻ മിത്രൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. രണ്ടുമാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും ഇതിഹാസങ്ങളിലാണെങ്കിലും ഒക്കെ ആശ്രമ പരിസരങ്ങളെ പറ്റി വർണ്ണിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു സമാന സ്വഭാവം ഉണ്ടാവും. ഈ ആശ്രമ പരിസരത്ത് എല്ലാ ഋതുക്കളിലുമുള്ള പൂക്കൾ ഉണ്ടാവും, കായ്കനികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാ ജീവജാലങ്ങളും, അത് മാനാണെങ്കിലും മുയലാണെങ്കിലും സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും പന്നിയാണെങ്കിലും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ മാതിരി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കഴിയാണ്. എന്താ അതിന്റെ താല്പര്യം? അതാണ് സാത്വികമായിട്ടുള്ള ഭക്തി. ആ ഒരു ഭക്തിയിൽ ചരിക്കുന്നവരെ മാത്രമല്ല ആ പരിസരത്തുള്ളവരെയും എന്ത് ചെയ്യാണത്, മാനസികമായിട്ട് ഉയർത്തുകയാണ്. ഇനി രാജസീകമായിട്ടുള്ള ഭക്തിയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, പ്രത്യേകിച്ച് ദോഷവും ഇല്ല. അവരെന്താ പറയാ, എനിക്ക് സുഖങ്ങൾ തരൂ ഭഗവാനെ, എൻ്റെ മക്കൾക്ക് സുഖങ്ങൾ തരൂ. അങ്ങനെ ഞാൻ എൻ്റേതെന്ന് മാത്രം പറയണവര്, ഞാനും എൻ്റെ വീട്ടുകാരും ഒരു തട്ടാനെന്ന് പറയണവര്, അങ്ങനെയുള്ളവര്. ഇനി താമസികമായിട്ടുള്ള ഭക്തിയുണ്ട്. അവരെന്താ ഭഗവാനോട് പറയാ, ഭഗവാനെ എനിക്ക് നല്ലതൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് നല്ലതൊന്നും കൊടുക്കാണ്ടിരുന്നാ മതി. അങ്ങനെയുള്ളവര്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അതേ ടിക്കറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആ ദിവസം അമ്പലത്തിൽ വന്നിട്ട് ഒരു പാൽപ്പായസം കഴിപ്പിക്കും. അങ്ങനെയുള്ളവര്. ഇപ്പോഴും ഈ 3 ഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ലഭിക്കുന്നത് 3 സഹോദരന്മാരാണ്. രാമായണത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള 3 സഹോദരന്മാര്, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഈ 3 പേര്. വീണ്ടും കഥയിലേക്ക് തന്നെ പോവാം. ഈ 3 പേരും ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാണ്. 3 പേരും 3 തരത്തിലാണ്. ഒരാൾ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു, ഒരാൾ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് സാത്വികമായിട്ടുള്ള തപസ് ചെയ്തു, ഒരാള് രാവണൻ 10 തലകളുണ്ട്. അപ്പോൾ രാവണൻ വിചാരിച്ചു ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, അഗ്നിയിലേക്ക് ഹോമിക്കാം. അങ്ങനെ ഓരോ തലയായിട്ട് എന്ത് ചെയ്തു, അഗ്നിയിൽ ഹോമിച്ചു. ഒന്നാമത്തത് ഹോമിക്കും, ചുറ്റും തിരിഞ്ഞു നോക്കും, ബ്രഹ്മാവ് വന്നിട്ടുണ്ടോ ഇല്ല. രണ്ടാമത്തത് ഹോമിക്കും, ബ്രഹ്മദേവൻ വന്നിട്ടുണ്ടോ ഇല്ല. മൂന്നാമത്തത് ഹോമിക്കും, ഇല്ല. അങ്ങനെ 9 തലകൾ ഹോമിച്ചു, ആര് വന്നില്ല, ബ്രഹ്മദേവൻ വന്നില്ല. അവസാനം 10ാമത്തെ തല ഹോമിക്കാൻ ഒരുങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ വന്നിട്ട് പറഞ്ഞു,
ഞാൻ വന്നിട്ടുണ്ട്, നിന്നിൽ സംപ്രീതനായിട്ടുണ്ട്, എന്ത് വരമാണ് വേണ്ടത്? അപ്പോഴ് രാവണൻ പറഞ്ഞ കാര്യം എന്താ കാര്യം? അമരത്വം മതി ഭഗവാനെ, ഒന്നും വേണ്ട, മരണമില്ലാത്ത അവസ്ഥ തന്നാലും. അപ്പോഴേ ബ്രഹ്മദേവൻ പറഞ്ഞു, ജനിച്ചാൽ എന്ത് ചെയ്യണം? മരിക്കണം. ജനിച്ചു പോയോ മരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അമരത്വം തരാൻ പറ്റില്ല. ആ ഒരു സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്താത്ത എന്ത് വരവും എന്ത് ചെയ്തോളൂ? ചോദിച്ചോളൂ. അങ്ങനെ രാവണൻ ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു. ദേവന്മാര്, അസുരന്മാര്, പന്നകങ്ങള്, ഉരകങ്ങള്, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവരൊന്നും എന്നെ വധിക്കരുത് ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, തഥാസ്തു. പക്ഷേ മനുഷ്യരുടെ പേര് പറയുന്നില്ലേ? ഇപ്പോൾ രാവണൻ പറഞ്ഞു, ഞാൻ അവരെ ഗൗനിക്കുന്നു പോലുമില്ല. ആ നിസാര ജീവികളെ ആരാ ഗൗനിക്കുന്നത് എന്ന് പറഞ്ഞു. ആ രാവണന് മനുഷ്യനായി പറഞ്ഞ ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടി? മരണം കിട്ടി. പോകുന്ന വഴിക്ക് ബ്രഹ്മദേവൻ സ്വന്തം നിലയ്ക്കൊരു വരം കൂടി കൊടുത്തു, ചോദിക്കാതെ കൊടുത്തു. 9 തലകൾ പോയിട്ടുണ്ട്, ഇതൊക്കെ തിരിച്ചു വരും. ഒരു തല പോയാൽ വീണ്ടും മുളച്ചു വരും. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് രാവണന്റെ അറിവിന്റെ സൂചനയാണെന്ത്? രാവണന്റെ 10 തലകൾ. പക്ഷെ അങ്ങനെ ഒരു രാവണ ഭക്തി ആർക്കില്ല? വാൽമീകി മുനിക്കില്ല. അദ്ദേഹം പറയുന്നു, രാവണന്റെ 10 ദോഷങ്ങളാണ് 10 തലകൾ. അപ്പോൾ മനസ്സിനെ അടക്കി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ആ തപസ്സിന്റെ ഫലമായിട്ട് 9 ദോഷങ്ങള് ഇല്ലാണ്ടായി. പക്ഷെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് എന്ത് കിട്ടി? 9 ദോഷങ്ങളും തിരിച്ചു വരുന്നു മാത്രമല്ല, ഏതെങ്കിലും ഒരു ദോഷം പോയാൽ പുതിയൊരു ദോഷമായിട്ട് അത് വീണ്ടും വരും. ചുരുക്കി പറഞ്ഞാൽ, വരത്തിന് വേണ്ടി തപസ് ചെയ്ത ആൾക്ക് ശാപം കിട്ടി എന്നുള്ള അവസ്ഥയായി. അടുത്തത് കുംഭകർണന്റെ അടുത്ത് പോയി. ദേവന്മാര് സരസ്വതി ദേവിയോട് പറഞ്ഞു, വരം കിട്ടുന്നതിന് മുന്നേയുള്ള അവസ്ഥ ഞങ്ങളെ പിടിച്ച് തിന്നലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദേവി ഇയാളുടെ നാവിൽ പോയിരിക്കണം. ഇപ്പോൾ ചോദിച്ചു വന്നത് എന്താണ്? നിർദേവത്വം എന്നുള്ള അവസ്ഥയാണ്. ദേവന്മാരൊക്കെ നശിച്ചു പോണേ ഭഗവാനെ. ഇപ്പോൾ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴെന്തായിട്ട് മാറി? നിദ്രാവത്വം എന്നായി മാറി. ഉറക്കം തരണേ ഭഗവാനെ. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി. 3-ാമത്തെ ആളുടെ അടുത്തെത്തി വിഭീഷണൻ. അയാളോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? വിഭീഷണൻ പറഞ്ഞു, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഇളക്കമില്ലാത്ത ഭക്തി തന്നാലും. ആ വിഭീഷണന് രാജ്യം കിട്ടി, സുഖങ്ങൾ കിട്ടി, ഐശ്വര്യങ്ങൾ കിട്ടി, ചിരഞ്ജീവിത്വം കിട്ടി. ഇപ്പോൾ 3 സഹോദരന്മാര് 3 തരത്തിലാണ് ചിന്തിക്കുന്നത്. ഈ വിഭീഷണൻ ഇവരുടെ ഒക്കെ ഇടയിലാണ് ജീവിക്കുന്നത്. അമ്മ ആരാണ്? കൈകസി. നല്ലതൊന്നും പറഞ്ഞു കൊടുക്കില്ല മക്കൾക്ക്. കൂടെയുള്ളത് ആരൊക്കെയാണ്? പ്രഹസ്തനെ പോലുള്ളവരാണ്. നല്ലത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നല്ലതൊന്നും ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനെയുള്ളവര് അവിടെ ജീവിച്ചിട്ട് പോലും വിഭീഷണൻ ആരായിട്ട് മാറി? ഭാഗവതോത്തമനായിട്ട് മാറി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഭക്തിയുടെ മാർഗത്തിൽ ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ആരാണ് ഭഗവാൻ എന്ന് ചർച്ച ചെയ്ത് നാമജപത്തിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് ഭഗവാൻ? 1000 പ്രഭാഷണങ്ങൾ കേട്ടാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്തോ അതാണ് ഭഗവാൻ. പക്ഷെ നമുക്ക് സ്വീകാര്യമായ രീതിയിൽ പറയുമ്പോൾ ആചാര്യന്മാര് പറയും, ഒരേ സമയം ഏറ്റവും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതേ സമയം തന്നെ ഏറ്റവും വലുതുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതാണ് ഭഗവാൻ. ഒരേ സമയം ചെറുതാണ്, അതേ സമയം തന്നെ വലുതുമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ആ ഭഗവാൻ എന്താണ്? സൂക്ഷ്മരൂപിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവാനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായ രീതിയിൽ പറയുമ്പോൾ കൈവല്യോപനിഷത്ത് പറയും, അചിന്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തമൃതം ബ്രഹ്മയോനിം തമാദിമധ്യാന്ത വിഹീനമേകം വിഭം ചിദാനന്ദമരൂപം അത്ഭുതം. ഭഗവാൻ എന്താണ്? അചിന്യനാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അവ്യക്തനാണ്. നമുക്ക് പെട്ടെന്ന് വ്യക്തവ്യനല്ല. അനന്തരൂപം. ഭഗവാൻ എന്താണ്? അനന്തനാണ്. എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയും, എന്താ പറയാ? തൂണിലും തുരുമ്പിലും ആരിരിപ്പു എന്നാ പറയാ? ദൈവമിരിപ്പു. അതെവിടുന്നാ വന്നത്? ഭാഗവതത്തിൽ നിന്നാണ്. ഭാഗവതത്തില് പ്രഹ്ലാദന്റെ കഥ നമുക്കറിയാം. ഗർഭാവസ്ഥയിൽ തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട്, ഭഗവാന്റെ നാമം കേട്ട് സദാ ഭഗവത് നാമോച്ചാരണവുമായിട്ട് നടക്കുന്ന ഭഗവാന്റെ പരമഭക്തനാണ് ആര്? പ്രഹ്ലാദൻ. ആദ്യം ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് മാറിയിരുന്ന് നാരായണ 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 ജപിക്കലാണ്. ഒരു ദിവസം
അസുര ബാലന്മാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, സ്വന്തം ആൾക്കാരാണെങ്കിലും തുറന്നു പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അബദ്ധമാണ്. അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ഭഗവാന്റെ നാമം പറഞ്ഞു തരാം, അത് ജപിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാന്റെ ദ്വാദശാക്ഷരി പറഞ്ഞു കൊടുത്തു. എന്താ അത്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതൊക്കെ കേട്ടോണ്ടാണ് ആര് മാറി നിൽക്കുന്നത്? ഹിരണ്യകശിപു. ആരാ ഹിരണ്യകശിപു? ഭഗവാന്റെ പ്രഖ്യാപിത ശത്രുക്കളില് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. കയ്യിലൊരു വലിയ വാളൊക്കെ ഉണ്ട്. ഒരുപാട് ഉപായങ്ങൾ പരീക്ഷിച്ചു നോക്കി, മകനെ വധിക്കാൻ വരെ നോക്കി, അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവസാനം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, ഇവനെ ആരുടെ ബലത്തിലാണ് ഈ കണ്ട തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മൾ പൊതുവെ പറയാറ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ്. അതുകൊണ്ട് ആ ഉണ്ണി പറഞ്ഞു, ഒരാളുടെ ബലത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്, അയാളുടെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, അങ്ങനെ ഒരാളില്ല, നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ആരായി പറഞ്ഞു പറ്റിച്ച ആള്? നാരദ മുനി. നാരായണനില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യാ? ഓം ഹിരണ്യായ നമ എന്ന് ഭജിക്കാൻ പറഞ്ഞു. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? അപ്പോഴും അഷ്ടാക്ഷരി തന്നെ ജപിച്ചു. അപ്പോഴാകെ ദേഷ്യം വന്നിട്ട് പിതാവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ നാരായണൻ എവിടെയുള്ളത്? കുട്ടി പറഞ്ഞു, അദ്ദേഹം സർവവ്യാപിയാണ്, എല്ലായിടത്തുമുണ്ട്. ഈ നിമിഷം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ ആരറിയുന്നുണ്ട്? സാക്ഷാൽ ആദിനാരായണൻ അറിയുന്നുണ്ട്, ഒക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാ ചോദ്യം, ആ തൂണിലുണ്ടോ അങ്ങേര്? ആ തൂണിലുണ്ടോ അങ്ങേര്? ഉണ്ണി മെല്ലെ തൂണിന് നേരെ തിരിഞ്ഞു നിന്നു. നാരായണൻ ഉണ്ടോന്ന് അറിയണമല്ലോ. മെല്ലെ തൂണ് നോക്കി. പിതാവിനെ സംബന്ധിച്ച് പിതാവ് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു കൽത്തൂണ്, പ്രത്യേകതകളൊന്നും ഇല്ലാത്ത അതിസാധാരണമായിട്ടുള്ള ഒരു കൽത്തൂണ്. പക്ഷേ പ്രഹ്ലാദൻ നോക്കുമ്പോൾ തൂണ് കാണുന്നില്ല, മറിച്ച് എന്താ കാണുന്നത്? അനന്തശായിയായിട്ടുള്ള ദുർവാദള ശ്യാമള കോമള സ്വരൂപനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനെ കണ്ടു. കണ്ടപ്പോഴേ കുട്ടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ദർശയതേ ദർശയതേ, ഞാൻ കാണുകയാണ്, അങ്ങോട്ട് നോക്കൂ, അത് തൂണൊന്നും അല്ല, സാക്ഷാൽ നാരായണൻ അത്രേ. പിതാവ് ആകെ ദേഷ്യത്തിലാണ്. കാരണം എന്താ? നാരായണൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട്. തൂണിലുണ്ടോ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ കൽത്തൂണ് നോക്കിയിട്ട് പറയും അതാണ് നാരായണൻ. ദേഷ്യം വന്ന് തൂണിന് ആഞ്ഞൊരുടി കൊടുത്തു, കനത്തിലൊരുടി കൊടുത്തു. എന്നിട്ട് കുട്ടിയുടെ നേരെ വാള് മോങ്ങിയിട്ട് ചെല്ലുമ്പോൾ തൂണിൽ നിന്ന് ഒരു ഹുങ്കാര ശബ്ദമാണ് കേൾക്കുന്നത്. ആരാ വരുന്നത്? സ്തംഭം വിളർക്കുന്ന നാദവുമായിട്ട് ആര് വന്നു? നരസിംഹമൂർത്തി വന്നു. നമ്മൾ പഠിച്ചു, തൂണിൽ ഭഗവാനുണ്ട്, ദൈവത്തെ ഓർത്ത് ആരും എന്ത് ചെയ്യരുത്? തൂണിനിടിക്കരുത്. അങ്ങനെയാണോ? അല്ല, ഈശ്വരൻ സർവവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ആ ഈശ്വരൻ എന്താ പറയുന്നത്? ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ, സ്വയംഭുവായിട്ടുള്ള ഈശ്വരൻ മംഗളകാരകനായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് നാരായണീയത്തില് സാക്ഷാൽ ഭട്ടതിരിപ്പാട് ഭഗവാൻ ഒരു പേര് വിളിച്ചത്. എന്താ പേര്? പവനപുരപതി. എന്താ വിളിച്ചത്? പവനപുരപതി. എന്താ അർത്ഥം? പവനപുരം സമം ഗുരുവായൂര്, ഗുരുവായൂരിന്റെ അധിപൻ സമം ഗുരുവായൂരപ്പൻ. കാരണം ഗുരു പവനപുരം എന്നാ പറയാം. ഗുരുവും പവനനും ചേർന്നിട്ടാണ് അവിടെ ആ ഒരു ബിംബം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്ത് പറയും? ഗുരു പവനപുരം. അതുകൊണ്ട് ഗുരു പവനപുരപതി ആരാണ്? ഭഗവാൻ. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം വിളിച്ചത് എന്ത്? പവനപുരപതി എന്ന് വിളിച്ചത്. കാരണം എന്താ? മറ്റൊരു പവനപുരം കൂടിയുണ്ട്. അതെന്താണ്? നമ്മുടെ ശരീരമാണ്. 9 ദ്വാരങ്ങളോടെ 7 മാരുതന്മാര് സഞ്ചരിക്കുന്ന ആവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, സംവഹൻ, പ്രവഹൻ, പരാവഹൻ എന്നിങ്ങനെ 7 മരുത്തുക്കൾ സഞ്ചരിക്കുന്ന നവദ്വാരങ്ങളോട് കൂടിയ പുരത്തിന്റെ പേര് എന്താ? പവനപുരം. അതുകൊണ്ടാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. അതെന്താണ്? ചൈതന്യമാണ്. നാമഭേദമന്യേ ആ ചൈതന്യമാണെന്ത്? പുരുഷൻ. അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കും പുരുഷൻ. അർത്ഥം എന്താണ്? ആ ചൈതന്യമാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരു ചൈതന്യം അത്രയെന്നുള്ള ബോധമാണ്. ആ ബോധത്തില് അദ്ദേഹം വിളിച്ചു പവനപുരപതി. ആ ശരീരത്തിന്റെ അധിപതി ആരാണ്? ഭഗവാനാണ്.
അതുകൊണ്ടാണ് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയും, എന്താ പറയാ, ശിവം പോയാൽ അത് ശവമാവും. ശിവം പോയാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഒരു വർണ്ണന ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത് കർണാമൃതത്തിലാണ്. കർണാമൃതത്തില് വില്യമംഗലത്ത് സ്വാമിയാര് ഭഗവാന്റെ പാർത്ഥസാരഥി ഭാവം ഒറ്റ വാക്കിൽ അദ്ദേഹം ഉപമിച്ചു. എന്താ വാക്ക്? ധനഞ്ജയരഥാഭരണമഹോന. ഞാൻ നമിക്കുകയാണ്. ആരെയാ നമിക്കുന്നത്? ധനഞ്ജയന്റെ രഥത്തിന്റെ ആഭരണമായിട്ട് ആരാണോ യുദ്ധഭൂമിയിൽ വർത്തിച്ചത് ആ ഭഗവാനെ ഞാൻ നമിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവ ശിബിരത്തിലേക്ക് രഥമായിട്ട് ഭഗവാൻ വന്നപ്പോൾ അർജുനനോട് പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങിക്കോളൂ, പെട്ടെന്ന് ഇറങ്ങൂ. അർജുനൻ രഥത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി. തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്തു? ഭഗവാനും ഇറങ്ങി. ഇനി എന്ത് ചെയ്തു? ആ നിമിഷം തന്നെ ധ്വജത്തിൽ നിന്ന് ആര് പോയി എന്നാ പറയുന്നത്? ഹനുമാൻ സ്വാമി പോയി എന്നാ പറയുന്നത്. കപിധ്വജൻ അതുകൊണ്ടാ വിളിക്കുക. ആരെയാ കപിധ്വജൻ എന്ന് വിളിക്കുക? അർജുനനെ കപിധ്വജൻ എന്ന് വിളിക്കും. എന്താ കാര്യം? ധ്വജത്തിൽ ഹനുമാൻ സ്വാമി അടയാളമായിട്ട് വർത്തിച്ചത് കൊണ്ട് വിളിക്കും കപിധ്വജൻ. പിന്നെ എന്ത് ചെയ്യാം? ആ രഥം മെല്ലെ കൈകൊണ്ട് വാരിയെടുക്കാം, ഭസ്മമായി മാറി എന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേ ഭഗവാൻ പറഞ്ഞു, ഇത് മുന്നേ ഭസ്മമായതാണ്. ദ്രോണരുടെ, ഭീഷ്മരുടെ, കർണന്റെ ഒക്കെ ആയുധമേറ്റ് ഭസ്മമായ ഈ സാധനത്തെ ഈ നിമിഷം വരെ നിലനിർത്തിയത് ആരാണ്? ഞാനാണ്. ആ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിട്ട് മാറും? ഭസ്മമായിട്ട് മാറും. അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ആ രഥത്തില്, ധനഞ്ജയന്റെ രഥത്തിന്റെ ആഭരണമായിട്ട് വർത്തിക്കുന്ന ഭഗവാനെ നിലനിർത്താൻ ഉള്ള മാർഗമാണെന്ത്? നാമജപം. പെട്ടെന്ന് ഈ ഒരു നാമജപവും പറഞ്ഞ് ഞാനും നിങ്ങളുമല്ല നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണത്. ഞാനും നിങ്ങളും മാറി നമ്മളാവുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാനും നിങ്ങളുമല്ലാതെ നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കാം. നാമജപത്തെ പറ്റി പറയുമ്പോഴും ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും, നാമജപം മാത്രമല്ല, ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും മനുഷ്യ സഹജമായിട്ടുള്ള ചോദ്യം, എനിക്കെന്താ കിട്ടുക? എനിക്കെന്താ കിട്ടുക? അപ്പോൾ നാമജപത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം പറയാം. അതും ഭാഗവതത്തിലെ ഒരു കഥയായിട്ട് പറഞ്ഞ് നമുക്ക് അതിന്റെ തത്വത്തിലേക്ക് പോവാം. ഏതാ കഥ? അജാമിള മോക്ഷം, അജാമിളോപാഖ്യാനം എന്ന് പറയും. ആരാണ് അജാമിളൻ? ഒരു ബ്രാഹ്മണനായിരുന്നു. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പാടി നടന്ന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്ത് സാത്വികമായി ജീവിച്ച മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് രത്നാകരൻ ചെയ്ത എല്ലാ പരിപാടികളും ചെയ്തു. വീട്ടുകാരെ പോറ്റാൻ വേണ്ടിയിട്ട് ഇക്കണ്ട പരിപാടികൾ, എല്ലാ ധാർമ്മികമായിട്ടുള്ള പരിപാടികളും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ണികളുണ്ട്. അവസാന കാലത്ത് ഭഗവാൻ കൊടുത്ത ഉണ്ണിയാണ് ആര്? നാരായണൻ. ആ ഉണ്ണിയെ വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അദ്ദേഹം വിളിച്ചു നാരായണൻ. സദാ നാരായണൻ കൂടെ ഉണ്ടാവും. ഉണ്ണുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ നാരായണൻ കൂടെയുണ്ട്. ഉണ്ണുമ്പോഴെന്ത് ചെയ്യും? ഒരു പങ്ക് നാരായണന് വാരി കൊടുക്കും. ഉറങ്ങുമ്പോൾ സദാ നാരായണനെ കൂടെ കിടത്തിയിട്ടാണ് ഉറക്കുക. എപ്പോഴും നാരായണൻ കൂടെയുണ്ട്. സദാ നാവിൽ ഒരു നാമം മാത്രമാണ് ഉള്ളത്. ആരുടെയാണ്? നാരായണന്റെ നാമം. ഏതായി നാരായണൻ? ഈ ഉണ്ണിയാണ്. കാലം കുറെ കഴിഞ്ഞു. ഇദ്ദേഹം വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളായിട്ട് കിടപ്പിലാവുകയാണ്. ആ സമയത്തും ആരെ കാണണം? നാരായണനെ കാണണം. മുറിയുടെ വാതിലുകളും എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിൽ പാളിയിലൂടെ നോക്കിയാൽ ആരെ കാണാം? സ്ഥിരം ബാല്യലീലകളിൽ ഏർപ്പെട്ട് കിടക്കുന്ന നാരായണനെ കാണാം. ഇങ്ങനെ അവസാന നിമിഷം എത്തിയപ്പോൾ ആര് വന്നു മുറിയിലേക്ക്? യമധർമ്മരാജന്റെ ദൂതന്മാര്, യമദൂതന്മാര് വന്നു. ഇവരെ കണ്ട് ഭയപ്പെട്ട് സ്നേഹത്തോടെയും ഭയത്തോടെയും ദുഃഖത്തോടെയും വാത്സല്യത്തോടെ ഒക്കെ ചേർത്ത് ഒരൊറ്റ നാമമേ നാവിലുള്ളൂ. ആ നാമം ഉറക്കെ വിളിച്ചു. എന്താ നാമം? നാരായണ 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 എന്ന് വിളിച്ചു. ആ വാതിൽപ്പാളികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിൽപ്പാളികളിലേക്ക് നോക്കി അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണനെ വിളിക്കുകയാണ്. കളിക്കോപ്പ് കിട്ടിയ എന്ത് നാരായണൻ? എന്താ അജാമിളൻ? കുട്ടി തിരിഞ്ഞു നോക്കിയില്ല. ആ കുട്ടി ആ ഭാഗത്തേക്ക് നോക്കിയില്ല. പക്ഷെ ആര് വിളി കേട്ടു എന്നാ പറയുന്നത്? സാക്ഷാൽ നാരായണൻ വിളി കേട്ടു. തന്റെ ദൂതന്മാരെ ആ മുറിയിലേക്ക് അയച്ചു. അപ്പോൾ ആ ദൂതന്മാര് യമദൂതന്മാരോട് വന്നു പറഞ്ഞു, ഇയാള് മരിക്കേണ്ട ആളല്ല, മരണത്തിനുള്ള സമയം ഇയാൾക്കായിട്ടില്ല, എല്ലാ പാപങ്ങളും ഇയാളുടെ ഇപ്പോൾ കഴുകി തീർന്നിരിക്കുകയാണ്, ഇയാള് പരിശുദ്ധനായിരിക്കുകയാണ്,
യമദൂതന്മാരാകെ അത്ഭുത സ്തബ്ധരായി. കാരണം എന്താ? ഏറ്റവും വലിയ അധർമ്മികളുടെ കൂട്ടത്തിലുള്ള ആളാണിത്. ഇപ്പോഴ് സാക്ഷാൽ നാരായണന്റെ ദൂതന്മാര് സ്വയം വന്നിട്ട് പറയുകയാണ് ഇയാള് പരിശുദ്ധനായിട്ടുണ്ടെന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇപ്പോഴ് ദൂതന്മാര് പറഞ്ഞു, ഇയാൾ അവസാന നിമിഷം സാക്ഷാൽ ആദിനാരായണന്റെ നാമം ഭക്തിയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഭയത്തോടെ എല്ലാ ഭാവങ്ങളും ചേർന്ന് മനസ്സർപ്പിച്ചു വിളിച്ചു. ആരെയാ വിളിച്ചത്? ആ ഉണ്ണിയാ വിളിച്ചത്. പക്ഷെ ആര് വിളി കേട്ടു എന്നാ പറയുന്നത്? സാക്ഷാൽ നാരായണൻ വിളി കേട്ടു. ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ആര് കിടക്കുന്നത്? അജാമിളൻ കിടക്കുന്നത്. ഇപ്പോഴദ്ദേഹം അധാർമികമായിട്ട് സമ്പാദിച്ചിട്ടുള്ള എല്ലാ ധനവും വീട്ടുകാർക്ക് കൊടുത്ത് അവിടുന്ന് മെല്ലെ ഹരിദ്വാറിലേക്ക് പോയി അവിടെ സാക്ഷാൽ നാരായണന്റെ നാമം ജപിച്ച് ജീവിതം മുന്നോട്ട് പോയി എന്നാണ് കഥ. ഈ കഥ കേൾക്കുമ്പോൾ അവസാന നിമിഷം അജാമിളനെ മാതിരി നാമം ജപിക്കാം എന്ന് നമ്മൾ വിചാരിക്കണ്ട. കാരണം അതുപോലൊരു സൗകര്യം നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ നാമം ജപിച്ച് തുടങ്ങുമ്പോഴേക്ക് എവിടെ എത്തിയിട്ടുണ്ടാവും? യമലോകത്ത് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ജപിച്ചു തുടങ്ങുക. അതിന്റെ തത്വമാണെന്ത്? കലിസന്ധരണോപനിഷത്ത്. അതും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കലിസന്ധരണോപനിഷത്തിന്റെ താല്പര്യം തന്നെ കലിയെ തരണം ചെയ്യുക, കലിയുഗത്തിലുള്ള പാപങ്ങളെ തരണം ചെയ്യുക. അപ്പോൾ ഇതിന്റെ കഥാതന്തു എന്ന് പറയുന്നത് ബ്രഹ്മദേവനോട് നാരദര് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? കലിയുഗത്തിലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അപ്പോഴാണ് അതിനുള്ള ഉത്തരമായിട്ട് വരുന്നത്. എന്താ ഉത്തരം? ആദിപുരുഷസ്യ നാരായണസ്യ നാമോച്ചാരണ മാത്രീണ നിർദൂത കലിർഭവതി നാരദ. ഹേ നാരദ, എന്ത് ചെയ്താൽ മതി? ആദിപുരുഷനായിട്ടുള്ള നാരായണന്റെ നാമം ജപിച്ചാൽ, ആദിനാരായണന്റെ നാമം ജപിച്ചാൽ കലിയുഗത്തിലുള്ള പാപങ്ങള് ഇല്ലാണ്ടാവും. അപ്പോഴാ ചോദ്യം, ഏത് നാമം? ആദിപുരുഷനായിട്ടുള്ള ഭഗവാന് അനന്തമായിട്ടുള്ള നാമമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എവിടെ കിടക്കുന്നു എന്നാണ് നമ്മൾ പറയുക? പാലാഴിയില് അനന്തന്റെ മുകളിൽ പള്ളി കൊള്ളുന്നു എന്നാ പറയുക. അനന്തന്റെ മുകളിലാണ് കിടക്കുന്നത്. ഇപ്പോൾ അനന്തത സദാ ഭഗവാന്റെ കൂടെയുണ്ട്. അനന്തമായിട്ടുള്ള നാമത്തോടെ, അനന്തമായിട്ടുള്ള ശ്രീയോടെ, അനന്തമായിട്ടുള്ള ഭാവത്തിൽ വിരാജിക്കുന്ന ആളാണ് ആര്? നാരായണൻ, ഭഗവാൻ. ആ ഭഗവാന്റെ ഏത് നാമം? അപ്പോൾ ഏത് നാമവും ജപിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഒരു നാമം പറഞ്ഞു കൊടുത്തു. എന്താ അത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നാമം ജപിക്കുമ്പോൾ സദസ്സ് മറ്റുള്ള പ്രഭാഷണ വേദികളിൽ നിന്ന് ഈ സദസ്സിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം, പൊതുവെ നാമം ജപിക്കുമ്പോൾ ഉറങ്ങണവരും ഉറങ്ങാത്തവരും ശ്രദ്ധിക്കണവരും ശ്രദ്ധിക്കാത്തവരും മൊബൈൽ നോക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധാലുക്കളാവും. നാമജപം കേൾക്കുമ്പോഴും നാമം ജപിക്കാനാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്തിനാണ്? കൊന്നാലും നാമം ജപിക്കില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ അതിനെ മറികടന്ന് ഈ സദസ്സിൽ കേൾക്കാനാവുന്നത് ആ മനോഹരമായിട്ടുള്ള നാമജപമാണ്. അതുകൊണ്ട് ഉറക്കെ നമുക്ക് ഒരിക്കൽ കൂടി ഇപ്പോഴും നാമം ജപിക്കാതിരുന്നവർ കൂടി ചേർന്ന് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ചേർന്ന് നമ്മൾ നാമം ജപിക്കലാണ്. ആ ജപമാണെന്ത്? ഈ പ്രഭാഷണത്തിന്റെ താല്പര്യം. എല്ലാവരും നാമം ജപിക്കുക. ഇതാണ് നാമജപത്തിന്റെ താല്പര്യം. കാരണം ഇതിനു മുന്നേ അവസ്ഥ എന്താണ്? ഞാൻ എന്തൊക്കെയോ പറയുന്നു, നമ്മള് എന്തൊക്കെയോ കേൾക്കുന്നു. കാരണം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവന്റെ ചിന്തയെ, അവന്റെ ബുദ്ധിയെ, അവന്റെ മനസ്സിനെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലനിർത്താൻ സാധിക്കില്ല. ആധ്യാത്മിക വിഷയമാണെങ്കിൽ ഒട്ടും സാധിക്കില്ല. പെട്ടെന്ന് മനസ്സോടും. നമ്മൾ വല്ല വാച്ച് നോക്കി തുടങ്ങും. ഞാനും നോക്കിയായിരുന്നു. കാരണം സമയമാവുന്നുണ്ടോ എന്നറിയണം. ഫോണ് നോക്കി തുടങ്ങും. വിശക്കുന്നുണ്ടോ എന്ന് തോന്നും, ഉറക്കം വരുന്നുണ്ടോ എന്ന് തോന്നും, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് തോന്നും. അങ്ങനെ ഒരുപാട് തോന്നലുകൾ വരും. പക്ഷെ നാമം ജപിക്കുമ്പോൾ എന്താ വ്യത്യാസം? ഞാനും നാമം ജപിക്കുകയാണ്, നിങ്ങളും നാമം ജപിക്കുകയാണ്. ഇപ്പോൾ സദസ്സും വേദിയും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് നമ്മൾ നാമം ജപിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും മധുരതരമായിട്ടുള്ള നാമജപം കേൾക്കുക. നമ്മൾ എപ്പോഴാണ് ഏറ്റവും മാധുര്യമേറിയ, ഏറ്റവും കർണാമൃതമായിട്ടുള്ള നാമജപം കേൾക്കുക?
അത് മറ്റാരുടെയും ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ മാധുര്യം കിട്ടില്ല. സ്വന്തം ശബ്ദത്തിൽ നമ്മൾ എപ്പോഴാണോ നാമജപം കേൾക്കുന്നത്, അതാണ് ലോകത്തിൽ ഏറ്റവും മാധുര്യമേറിയ നാമജപം. സ്വന്തം ശബ്ദത്തിൽ കേൾക്കുമ്പോഴും. ഇപ്പോൾ എൻ്റെ ഈ കർണകഠോരമായിട്ടുള്ള ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എന്തുണ്ടാവില്ല? ആ മാധുര്യം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിൽ കേൾക്കണം. അതിന് ആ സർവേശ്വരൻ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നാമജപം നടത്തിയപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാചകമാണ്. എന്താ? സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആ അവസ്ഥയിലെത്താൻ നമുക്ക് സർവേശ്വരൻ അതിനുള്ള ആ ഒരു ശക്തി, ആ ഒരു മനസ്ഥൈര്യം നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.